നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വചനം, Acts chapter 8 verse 33. നമ്മുടെ കർത്താവിൻ്റെ തലമുറയായി നിൽക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് കുടുംബജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു വരികയായിരുന്നു. We were thinking about family life in line with being a witness for him in this generation. കുടുംബജീവിതത്തെ തകർത്താൽ നമ്മൾ പറയുന്ന സന്ദേശങ്ങളെ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് പിശാചിന് അറിയാം എന്നുള്ളതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ കുടുംബജീവിതങ്ങളെയാണ് അവൻ ഉന്നം വയ്ക്കുന്നത്. Because Satan knows that if he will destroy the family life, he can bring a fall in this movement. He is aiming to destroy family lives. ഒരുപക്ഷെ ഒരു വിവാഹമോചനത്തിൽ നമ്മുടെ വിവാഹബന്ധം തീർന്നിട്ടുണ്ടാവുകയില്ല. Maybe your family life would not have ended with a divorce. എന്നാൽ ഒരു കൂരയ്ക്ക് കീഴിൽ നിൽക്കുന്നു, പക്ഷെ മനസ്സുകൊണ്ട് അടുപ്പമില്ല. അങ്ങനെ വന്നാൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അത് അന്യോന്യം ബന്ധം വേർപെട്ടതുപോലെ തന്നെയല്ലേ? But living in the same house with no unity between yourselves, don't you think in the eyes of the Lord those families are divided? അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ദൈവവചനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. And the word of God is demanding us not to live in such divisions. പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, തൻ്റെ സ്വന്തം ജീവിതത്തോടുള്ള ബന്ധത്തിലും പല വിശ്വാസ കുടുംബങ്ങളെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലും തൻ്റെ ജീവിത സായാഹ്നത്തിൽ താൻ വിശ്വാസികളെ ഓർപ്പിച്ചുണർത്തുന്നു, നിങ്ങൾ അന്യോന്യം മനസ്സിലാക്കി ജീവിക്കും. From his personal family life and having witnessed many families around him, he is telling to the church, to the families, live in an understanding way. നമ്മൾ അത് സംബന്ധിച്ചുള്ള പല കാര്യങ്ങൾ പറയുകയായിരുന്നു. And we were speaking about many different things in regard to that. നമ്മൾ പറഞ്ഞു, വിവാഹ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും അന്യോന്യമുള്ള സ്നേഹത്തിന് ഊന്നലുണ്ട് എന്ന് പറഞ്ഞു. We spoke that when it comes to family life, you must have love for one another. കർത്താവ് നമ്മെ സ്നേഹിച്ചതിനോട് താരതമ്യപ്പെടുത്തിയാണ് കുടുംബജീവിതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ എത്രമാത്രം സ്നേഹം പുരുഷൻ സ്ത്രീക്ക് കൊടുക്കാൻ അർഹതപ്പെട്ടിരിക്കുന്നു. Because the Lord has spoken to us in comparing how the Lord loved the church, how much weightage must the husband give in loving to his wife? അപ്പോൾ പുരുഷന് അവൻ്റെ പ്രത്യേകതകൾ അറിയാവുന്നത് കൊണ്ട് അവൻ പറയുന്നു, വേറെ എനിക്ക് സ്നേഹമുണ്ട്, പക്ഷെ എനിക്കത് പ്രകടിപ്പിക്കാൻ അറിയില്ല. The man, knowing his uniqueness, is telling, brother, I have love for my wife, but I don't know how to express it. നമ്മൾ കർത്താവായ യേശുക്രിസ്തു ആണല്ലോ എല്ലാ കാര്യത്തിലും നമ്മുടെ മാതൃക. In everything, Lord Jesus Christ is our example. ദൈവം നമ്മളെ എങ്ങനെയാണ് സ്നേഹിച്ചത് എന്ന് ഉള്ളതിനെക്കുറിച്ച് ഏറ്റവും പ്രസിദ്ധമായ വചനം യോഹന്നാൻ്റെ സുവിശേഷം 3:16. The most famous verse that tells how God loved us is seen in John chapter 3 verse 16. ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നാണ് അവിടെ പറയുന്നത്. The Lord loved the world is what is mentioned over there. പക്ഷേ ദൈവം പറയുക, എനിക്ക് ഈ മനുഷ്യനോടെല്ലാം സ്നേഹമാണ്, അതെല്ലാം എൻ്റെ ഹൃദയത്തിലിരിക്കുക എന്ന് പറഞ്ഞല്ല. മറിച്ച് അവിടെ എന്താ കാണുന്നത്? തൻ്റെ പുത്രനെ നൽകി തൻ്റെ സ്നേഹത്തെ എക്സ്പ്രസ് ചെയ്തു, പ്രത്യക്ഷീകരിച്ചു. God is not telling that I have love for the world and kept it to himself, but on the other hand, he gave his beloved son to the world and expressed his love towards mankind. അത് നമ്മളോട് പറയുന്നത് എന്താ? നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കണം, അത് ബോധ്യപ്പെടുത്തണം എന്ന് തന്നെയാണ്. So what is that verse telling us? If we have love, it shows that we have to express our love to others. പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഭാഷ എന്താ? Dear loved ones, what is the language in which we can express our love? പലപ്പോഴും വേദപണ്ഡിതന്മാരെ ഇങ്ങനെ പറയാറുണ്ട്. The Bible scholars tell like this. അതായത് മനുഷ്യനെ സൃഷ്ടിച്ച് കുറച്ച് നാൾ കഴിഞ്ഞ് ജലപ്രളയം കഴിഞ്ഞപ്പോൾ ആദ്യം എന്ത് സംഭവിച്ചു? ബാബേൽ ഗോപുരം പണിയാനായിട്ട് തുടങ്ങി. After the Lord made mankind and he destroyed them by flood,
the mankind again started to build the Babel temple tower. അപ്പോൾ ദൈവം ഇറങ്ങി വന്നിട്ട് അവിടെ എന്ത് സംഭവിച്ചു? ഭാഷ കലക്കി. What happened? God came down and he mixed all the languages. ഇന്നും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ ഭാഷ പലപ്പോഴും അങ്ങ് കലങ്ങി കിടക്കുക. Even today also, the language between the husband and the wife are all mixed up. അപ്പം നമുക്ക് ബാബേൽ ഗോപുരത്തെ ഭാഷ ദൈവം കലക്കി, അതുകൊണ്ട് ഞങ്ങളുടെ ഭാഷയെ കലങ്ങി കിടക്കുകയാണ് എന്ന് നമുക്കൊരു എക്സ്ക്യൂസ് ഇല്ല. So we cannot take an excuse that because God has mixed up all the languages in the Babel tower, even in my family life also it can remain as mixed up. You can't give an excuse like that. കാരണം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ, ഈ ബാബേൽ ഗോപുരത്തിൽ സംഭവിച്ചതിൻ്റെ നേരെ എതിരാണ് അവിടെ സംഭവിക്കുന്നത്. In the day of Pentecost, when the Spirit came down and rested upon mankind, what happened in the Babel tower? Exactly opposite thing happened over there. അന്ന് പല നാടുകളിലുള്ളവർ വന്നപ്പോൾ ഓരോരുത്തരും പറയുന്നു, ഓ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ ഇവരെ ഞങ്ങളുടെ ഭാഷയിൽ പറയുന്നു. When all the people from different languages came over there that day, they were all telling one thing. The big things of the Lord, all of them are telling in our own language. കണ്ടോ, ബാബേലിൽ ഭാഷ കലങ്ങിപ്പോയെങ്കിൽ പെന്തക്കോസ്തിൽ എന്തുണ്ട്? ആ ഭാഷ എല്ലാവർക്കും മനസ്സിലാകുന്ന നിലയിൽ ആ കാര്യങ്ങളെ ഭംഗിയായിട്ട് പറയുന്ന ഒരു കാര്യം. അഗ്നിനാവുകൾ അവരുടെ മേൽ പതിഞ്ഞു, അവരെല്ലാവരും അന്യഭാഷകളിൽ സംസാരിച്ചു, മറ്റുള്ളവർക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരു തലത്തിലേക്ക് വന്നു. So do you see the difference between what happened in Babel, where all the languages were mixed up, but in the day of Pentecost the tongues of fire came upon the believers and God arranged it in such a way that all the different languages were sounding as understandable language. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കൊരു എക്സ്ക്യൂസ് ഇല്ല. നമ്മൾ ഈ ഭാഷ കലങ്ങാൻ പാടില്ല. സ്നേഹത്തിൻ്റെ ഭാഷ നമ്മൾ വ്യക്തമായിട്ട് പ്രകടിപ്പിക്കണം. So dear ones, our language should not get mixed up, but we have to express our language of love. സ്നേഹത്തിൻ്റെ ഭാഷയിൽ കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നു. ഒന്നാമത് അത് ടൈം എന്നുള്ള ഒരു കാര്യമാണ്, സമയം. When we speak about the language of love, the first aspect is in terms of time. ടൈം എന്ന് പറഞ്ഞാൽ വെറും സമയമല്ല, അതിനെ ഇങ്ങനെ പറയാം, ക്വാളിറ്റി ടൈം. When I use time, it should be a quality time. എന്ന് വെച്ചാൽ ഭർത്താവിന് ഭാര്യയ്ക്ക് വേണ്ടി സമയമുണ്ടാകണം, ഭാര്യയ്ക്ക് ഭർത്താവിന് വേണ്ടി സമയമുണ്ടാകണം. What I am trying to tell is, a husband should find time for his wife and the wife also should have time for her husband. അത് എങ്ങനെയെങ്കിലും ഒരു സമയം പോരാ. That dedicated time should not be a time somehow you find it. ആ സമയം നമ്മൾ അന്യോന്യം ഒന്നിച്ചിരിക്കുന്ന ആ സമയം ഒരു ക്വാളിറ്റി ടൈമായിട്ട്, ഏറ്റവും പ്രയോജനമുള്ള ഒരു സമയമായിട്ട്, ഏറ്റവും ശ്രേഷ്ഠമായ സമയമാക്കാനായിട്ട് നമ്മുടെ ഭാഗത്തു നിന്നൊരു ശ്രമം ഉണ്ടാവണം. So that time that you spend with each other should be very qualitative time and you should put an effort to make that time very effective. അത് പറയുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞത് മറന്നുകൊണ്ടല്ല ഈ കാര്യങ്ങൾ പറയുന്നത്. When I am telling this, I am not forgetting of what we spoke a little while earlier. പുരുഷന് അവൻ ഓഫീസിലെ തിരക്കുകളെല്ലാം കഴിഞ്ഞ് അവനൊരു വർത്തമാനം പറയാനൊരു മൂഡില്ലാതാണ് വന്നിരിക്കുന്നത്. The husband, after coming back from office, he might be sitting in his home without a mood to speak. അതേസമയം ഭാര്യ പകൽ മുഴുവൻ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ആരോടേലും 10 കാര്യം പറയാനുള്ള ആ ഒരു താല്പര്യത്തിലിരിക്കുമ്പോഴാണ് ഭർത്താവിനെ കിട്ടുന്നത്. But at the same time, the wife might be the whole day spending her time alone and she is wanting to speak to someone and it is her husband who is coming in front of her. ഈ കാര്യം അന്യോന്യം മനസ്സിലാക്കിയിരുന്നാൽ, അന്യോന്യം മനസ്സിലാക്കി നമുക്ക് സമയത്തെ പ്രയോജനമായിട്ട് എടുക്കാനായിട്ട് കഴിയും. So if both the partners will understand these needs, then you can make the best use of both your time. ഭാര്യ സംസാരിക്കട്ടെ, നിങ്ങൾ പലതും ഒന്ന് കേട്ടിരുന്നാൽ മതി.
Let the wife speak. You as a husband only have to give a listening ear. കേട്ടിരിക്കാം, പക്ഷേ അതിനൊരു ശ്രമം വേണം. You can sit and listen, but you have to respond. പ്രിയപ്പെട്ടവരെ, Make an effort, sorry. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് അത് വേണ്ടത്? നമ്മൾ പറഞ്ഞു, സ്നേഹമുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കണം. ദൈവം തൻ്റെ പുത്രനെ നൽകി പ്രകടിപ്പിച്ചു. നമുക്കും അതിനായിട്ടൊരു എഫേർട്ട് നമ്മുടെ ഭാഗത്തുണ്ടാവണം. Why is it told that you have to put an effort? Just as we read right now, the Lord, the Father expressed His love by sending His Son. In that same way, we also have to express our language of love. ഇതൊക്കെ പറയുമെങ്കിലും നമ്മുടെ ആധുനിക കാലത്തിൻ്റെ തിരക്കിൽ ചിലപ്പോൾ രണ്ടു പേർക്കും ഒന്നിച്ചിരിക്കാൻ സമയം കിട്ടിയെന്ന് വരികയില്ല. But having said all these things, in this modern age, it might not be possible to spend time in this busy world. കാരണം ഭർത്താവ് വൈകുന്നേരം വരുമ്പോഴത്തേക്ക് ഭാര്യ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞു. Because by the time the husband is coming back home, the wife would have gone out for her night duty. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഭാര്യ വരുമ്പോഴത്തേക്ക് ഭർത്താവ് ഓഫീസിൽ പോയി കഴിഞ്ഞു. By the time the wife returns back from her night duty, the husband would have gone for his office. ഒരു കൂരയ്ക്ക് കീഴിലാണ് താമസം, പക്ഷെ ഇവരൊന്നും വർത്തമാനം പറഞ്ഞിട്ട് എത്ര നാളായി? They are both living under the same roof, but they would not have spoken to each other for many time. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി അന്യോന്യ സമയം കൊടുക്കേണ്ടത് ആവശ്യമാണ് എന്ന ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്കതിനായിട്ട് സമയം കണ്ടെത്താൻ കഴിയും. If we are aware of this situation of the time, if we will put an effort to find time, then it will be helpful. നമുക്ക് ഓഫീസിലിരിക്കുമ്പോൾ ഇടയ്ക്ക് ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോണുണ്ട്. ഒരു 5 മിനിറ്റ് വീട്ടിലേക്ക് വിളിക്കരുത്. We all have mobile phones in our hands right now. Why can't you spend at least 5 minutes to call your home? വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, ചുമ്മാ വെറുതെ മൊബൈലിൻ്റെ ചാർജിങ് കളഞ്ഞ്. You can give an excuse like this. There is nothing specially to be told back at home. Why you want to simply waste the money? പക്ഷേ സഹോദര, അവൾക്ക് ചിലത് പറയാനുണ്ട്. നീ കേട്ടിരുന്നാൽ മതി. എന്തുകൊണ്ട്? കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോയോ? ഞാനിവിടെ തിരക്കിലാണ്, എന്നാലും എന്നൊരു 2 വാക്ക് പറഞ്ഞാൽ മതി. അത് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്. എനിക്ക് നിന്നെക്കുറിച്ച് ചിന്തയുണ്ട് എന്ന സന്ദേശം അത് നൽകുന്നു. But dear brother, please remember that if you will just call and ask your partner, I am here very busy, but I am concerned for you. How is the children? Have they all gone home? It was indicating a message that I am concerned about you. അതുപോലെ അടുക്കളയിലെ തിരക്കിനിടയിൽ ആ ഒരു 2 മിനിറ്റ് സംഭാഷണമേ ഉള്ളൂ, എങ്കിലും എൻ്റെ പുരുഷൻ അകലെ ഇരുന്നാണെങ്കിലും അവൻ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ള ഒരു ഉറപ്പ് സ്ത്രീക്ക് ഒത്തിരി ആശ്വാസം നൽകും. Even though the wife is very busy in her kitchen and in her household work, this call of yours is a very strength to her, from her husband to her. തിരക്കുള്ള ജോലി ഉണ്ടായിരുന്ന ഒരു സഹോദരനെ എനിക്കറിയാം. I know of a boy. Not a boy, but a brother. A brother who was very busy in his life. അദ്ദേഹം അതിനെല്ലാം വളരെ തിരക്കാണ്. അദ്ദേഹം അതിനെല്ലാം ഒരു ഷെഡ്യൂൾ വെച്ചിരിക്കുക. He is very busy in his life, so he's kept a schedule for everything. ഞാനൊരു ദിവസം ഉച്ച കഴിഞ്ഞ് അദ്ദേഹത്തെ കാണാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബ്രദറെ, സമയമായി, എൻ്റെ ഉച്ച കഴിഞ്ഞുള്ള പ്രക്ഷേപണത്തിൻ്റെ സമയമായി, റേഡിയോ പ്രഭാഷണം പോലെ. When I went to meet him, he was telling me in the afternoon, brother, my time is up. Now is the time for me to broadcast the radio. എന്ന് വെച്ചാൽ അദ്ദേഹം ഉദ്ദേശിച്ചത്, അദ്ദേഹം കൃത്യം 2:30 ആകുമ്പോൾ ഭാര്യയെ വിളിച്ച് സംസാരിക്കും. രാവിലെ ഒരു പ്രഭാത സന്ദേശമുണ്ട്, ഉച്ച കഴിഞ്ഞ് 2:30 ഉച്ച കഴിഞ്ഞുള്ള സന്ദേശം. So what he was meaning by that statement was, it is time for him to speak to his wife. In the morning there was a broadcasting session. Now in the afternoon the time for broadcasting to his wife has come. നമ്മൾ പറയും അതൊക്കെ ഒരു കൃത്രിമമല്ലേ ബ്രദറെ, നമ്മൾ ഇങ്ങനെയൊക്കെ അഭിനയിക്കണം ഇതൊക്കെ. So you can tell like this, is it not a kind of acting? Can we really behave like this to our partners? പക്ഷെ തിരക്കുണ്ടെങ്കിൽ അതിനൊരു സമയം ഫിക്സ് ചെയ്യുന്നത് നല്ലതാണ്. But if you are a person who is very busy, it is good to define some things at a particular point of time.
സഹോദരൻ, നിനക്ക് നിൻ്റെ ബോസിനോട് സംസാരിക്കാൻ സമയമുണ്ട്, കസ്റ്റമേഴ്സിനോട് സംസാരിക്കാൻ സമയമുണ്ട്. ഇതിനെല്ലാം ഇടയിൽ ഭാര്യയോട് സംസാരിക്കാൻ മാത്രം മറന്നു പോകുന്നെങ്കിൽ എവിടെയോ എന്തോ ഒരു തകരാറുണ്ട്. Dear brother, if you have time to speak to your boss, if you have time to speak to your customers, but you don't have time to speak to your wife, then there is something really wrong somewhere. നമുക്ക് ഈ കോളേജ് കുട്ടികൾ സംസാരിക്കുന്ന പോലെ അരമണിക്കൂർ 1 മണിക്കൂർ സംസാരിക്കേണ്ട, പക്ഷേ ഒരു 5 മിനിറ്റ് നിനക്ക് സംസാരിക്കാമല്ലോ. അതൊരു സന്ദേശം നൽകുകയാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എനിക്ക് നീ പ്രധാനപ്പെട്ട ആളാണ് എന്നൊരു സന്ദേശമാണ് അത് നൽകുന്നത്. You need not spend hours like the college going children, but if you will spend that 5 minutes with your partner, it is giving out a message that I am concerned and I am in want of you. സഹോദരിക്ക് അവളുടേതായ 100 പ്രശ്നങ്ങളുണ്ട്. അതിനിടയിൽ എൻ്റെ പ്രിയപ്പെട്ടവൻ എന്നെ ഓർക്കുന്നു, അദ്ദേഹത്തിന് എന്നെക്കുറിച്ച് കൺസേൺ ഉണ്ട്, അത് മതി. അന്നത്തെ ദിവസം അവൾ അതുകൊണ്ട് ജീവിച്ചു. In her 100 problems of her life, if she will get that message from her partner, she will be able to spend the whole day with that one act of your remembrance. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രൈം ടൈം അതിനായിട്ട് മാറ്റിവെക്കണം എന്നാണ് ഞാൻ ആദ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. So what I want to firstly tell you is this one thing, that you have to have a prime time for your partner. ഒന്നിച്ച് സംസാരിക്കുമ്പോഴോ, and now let us come into the aspect of when you are speaking with each other. സംസാരിക്കുമ്പോൾ കണ്ണിലൊക്കെ നോക്കുന്നത് നല്ലതാണ്. It is good that you look into the eyes of your partner. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എൻ്റെ അടുത്ത് വർത്തമാനം പറയാനായിട്ട് വന്നു. The other day one brother and a sister came to speak to me. ഞങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നതിനിടയിൽ ആ ബ്രദർ പറഞ്ഞു, നിൻ്റെ മുഖത്ത് കരി ഇരിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് കൈ നീട്ടി എൻ്റെ സാന്നിധ്യത്തിൽ ആ സഹോദരിയുടെ കവിളിലെ കരി തുടച്ചു. ഞാൻ പ്രൈസ് ലോർഡ് പറഞ്ഞു. In my presence, the husband saw a black spot on his wife. What he did was, in my presence itself, the husband extended his hand to his wife's face and rubbed off that black spot from her face, and I told, praise the Lord. കാരണം ഒരു വാക്ക് തന്നെ വേണമെന്നില്ല. സ്നേഹത്തിൻ്റെ ഭാഷയെന്ന് പറയുന്നത് പലതരത്തിൽ നമുക്കത് എക്സ്പ്രസ് ചെയ്യാം. Over there was no words that were spoken, but our language of love can be expressed in many different ways. നമ്മൾ പറയാറുണ്ടല്ലോ, if there is a will, there is a way. There is a saying, if there is a will, there is a way. മലയാളത്തിൽ പറയും, മുടി ഉണ്ടെങ്കിൽ ചായ്ച്ചും കെട്ടാൻ ചരിച്ചും കെട്ടാം. In Malayalam you will tell, if you have hair, you can tie it in different ways. മുടിയില്ലാത്ത എന്നെ പോലുള്ളവരുടെ കാര്യമല്ല, മുടി ഉള്ളുണ്ടെങ്കിൽ ചായ്ച്ച് കെട്ടാൻ ചരിച്ചും കെട്ടാം. I am not referring to people who don't have hair like me, but those of you who have hair, you can tie your hair in different fashion. നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ, അതിനായിട്ടൊരു ഹൃദയമുണ്ടെങ്കിൽ നമുക്ക് സമയം കണ്ടെത്താൻ ഒക്കും. So the essence is, if you have a heart for something, you can find the time to do that particular thing. ഞാൻ പറഞ്ഞത്, ആ സഹോദരൻ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മുഖത്ത് നോക്കിയപ്പോഴാണ് ആ കറുത്ത ആ പാട് കണ്ടത്. What I was trying to tell is, when we three were speaking, that brother looked into the face of his wife. That is why he was able to see that black spot on her face. നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ മുഖത്ത് നോക്കുന്നുണ്ടോ, കണ്ണിൽ നോക്കുന്നുണ്ടോ, അതൊക്കെ കൊച്ചു കാര്യമായിട്ട് തോന്നിയാലും പ്രധാനപ്പെട്ട കാര്യമാണ്. Now when you are speaking with your partner, are you looking into their face? Are you looking into their eyes? Even though you think these are very small things, it has its own prominence. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കോൺവെർസേഷനാണ്. The second thing is in respect to your conversation. സംഭാഷണം എന്ന് പറഞ്ഞാൽ എന്താ? What do you mean by conversation? എൻകറേജിങ് വേർഡ് ആണ് സത്യത്തിലെ സംഭാഷണം. An encouraging word is what you mean by conversation. കൺസ്ട്രക്റ്റീവ് വേർഡ്, പണിയുന്ന വാക്കുകൾ, ഉത്സാഹിപ്പിക്കുന്ന വാക്കുകൾ, ആ വാക്കുകളാണ് നമ്മിൽ നിന്ന് വരേണ്ടത്. Your words should be constructive. It must be words that are encouraging and pushing somebody forward. ഞാൻ പറഞ്ഞത്, നമ്മുടെ സഹോദരി നമ്മൾ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഇന്നൊരു പായസം ഉണ്ടാക്കി അച്ചായന് കൊടുക്കാമെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കി കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു.
Let us now think of an example like this. When the husband is coming back from the home, the wife is thinking, I will make a very special payasam for him today. അത് ഒരു എടുത്ത് ആദ്യത്തെ സ്പൂൺ എടുത്ത് വായി വെച്ചപ്പോഴേ അത് കാശിന് കൊള്ളുകയില്ല എന്ന് നമുക്ക് മനസ്സിലായി. When the husband took the first spoon itself and kept it in his mouth, he is commenting, this is good for nothing. കമൻറ്റ് ചെയ്തില്ല, അപ്പോൾ മനസ്സിലായി. You realized that this payasam is good for nothing. അങ്ങനെ ഒരു രംഗത്ത് സഹോദരന്മാരെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? Let me ask you a question, dear brethren. In this situation, how are you going to react? നിന്റെ പായസം ഗംഭീരമായിരിക്കുന്നു എന്നാണോ പറയേണ്ടത്? So, are you going to tell, oh, this pudding that you have made, it is extremely very good? അങ്ങനെ പറഞ്ഞാൽ അതെന്താണ്? അത് കള്ളമാണ്. If you will tell like that, that will be a lie. അതേസമയം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു പട്ടിക്ക് കൊണ്ടുകൂടെ എന്ന് പറഞ്ഞാലും. But on the other hand, if you are commenting, oh, you have made this, go give it to the dog. If you comment like this, how it will look? കണ്ടോ, ഈ രണ്ട് കമൻറ്റുകളും രണ്ട് എക്സ്ട്രീമാണ്. These two comments are two extremes of how you can react. നമ്മൾ സഹോദരിയെ എൻകറേജ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇല്ലാത്ത കാര്യം പറയണമെന്നല്ല പറയുന്നത്. When I am telling that your words should be encouraging to your partner, I am not intending that you should tell something that is not true. അപ്പോൾ ചിലർ പറയും, ബ്രദറെ ഇതൊന്നും എന്നെ കൊണ്ട് നോക്കിയില്ല, ഞാൻ ആരുടെ മുഖത്ത് നോക്കി ഉള്ള കാര്യം പറയുന്നതാണ്. So some brothers will turn and tell, I cannot do all these things, I will tell what is there to their face. അത് ഞാൻ പണ്ട് മുതലേ അങ്ങനെ, ഞാൻ ആളുകളുടെ മുഖത്ത് നോക്കി ഉള്ള കാര്യം പറയും. എൻ്റെ അപ്പനും അങ്ങനെയായിരുന്നു, ആളുകളോടുള്ള കാര്യം പറയും. എൻ്റെ വല്യപ്പനും അങ്ങനെയായിരുന്നു, ഞങ്ങൾ കുടുംബപരമായിട്ട് അങ്ങനെ. So they are telling like this, I have been practicing myself to speak this on the face like this from my young age. My father was like that, even my grandfather also was like that. As a family we are like that. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ബോസ്, നിങ്ങളെ നിയമിച്ചിരിക്കുന്ന ബോസ്, അദ്ദേഹത്തോട് അദ്ദേഹത്തിന് തൃപ്തികരമല്ലാത്ത ചില കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ മുഖത്ത് നോക്കി ഇങ്ങനെയാണോ പറയുന്നത്? Now can I ask a question like this? If you are conveying something to your boss which is not very happy to you, വലിയ കാര്യമായിട്ട് രൂപ തന്നിരിക്കുന്നു കൊണ്ട് പട്ടിക്ക് കൂടെ എന്ന് ബോസിന്റെ മുഖത്ത് നോക്കി പറയും. So the increment that he gave you, will you comment like this? Oh, you have given me this bit of an increment, go give it to your dog. Will you comment like that? അങ്ങനെ പറഞ്ഞാൽ വിവരം അറിയും. If you will do like that, you will understand the seriousness of your response. അപ്പോൾ നമ്മൾ അങ്ങനെ പറയേല കാര്യം, ബോസിനെ നമുക്ക് എന്തുണ്ട്? പേടിയുണ്ട്. We will not speak so rudely to the boss because we have a fear towards the boss. എന്നാൽ ഭാര്യയോട് അങ്ങനെ പറയും, കാര്യം നമുക്ക് അവളെ പേടിയില്ല, നമുക്ക് എന്തും പറയാം. But you will speak like that to your wife because you are not afraid or you don't have a fear towards your wife. പ്രിയപ്പെട്ടവരെ, അതല്ലേ മനോഭാവം? അപ്പം നിങ്ങൾ കുടുംബപരമായിട്ട് എല്ലാവരുടെയും മുഖത്ത് നോക്കി പറയേല, പറയേണ്ടടത്തേ പറയാൻ ഒക്കുന്നിടത്തേ പറയുള്ളൂ എന്നുള്ളതാണ് വസ്തുത. So is it not true that as a family you are not speaking everything to people's face, but you only speak to those to whom it can be spoken? നമുക്ക് ഇതിന് ഇടയ്ക്ക് ഒരു മധ്യമാർഗമുണ്ട്. But there is a middle way between these two extremes. കുഴപ്പമില്ല, പക്ഷേ ഇച്ചിരി കൂടെ മധുരം വേണമായിരുന്നു, നീ എന്താ പറയുന്നത്? You can respond to your wife like this, your pudding is very good, but don't you agree that it should be a little more sweet? അല്ലെങ്കിൽ കുറച്ച് സമയം കൂടെ വെക്കണ്ടായിരുന്നു. അത് നമ്മൾ ഇന്നാളെ അവിടെ ആ പാചകത്തിൻ്റെ അത് കണ്ടപ്പോൾ അവർ 15 മിനിറ്റാണ് വെച്ചത്. എനിക്കിതിനെക്കുറിച്ചൊന്നും അറിഞ്ഞൂടെ. ഞാനൊരു ഉദാഹരണം പറയും, അത്രയും വെക്കണ്ടായിരുന്നു, നീ അത്രയും സമയം എടുത്തില്ലേ, നമുക്കൊന്നിച്ചൊന്ന് നോക്കാം. അത് ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ. Or you can also comment to your wife like this, as we saw in that cookery, they had kept it for some more time. Did you not keep it a little more time? Come, let us have a look. If there is a will to express your love, there is a way. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ വാക്കുകൾ പണിയുന്ന വാക്കുകളായിരിക്കും. So what I was trying to tell was our conversation must be words that are building. ചിലരോട് പറയുമ്പോൾ വേറെ ഭാര്യയോട് അല്പനേരം സംസാരിച്ചു. Sometimes we will ask a brother, did you speak to your wife for some time? എപ്പോൾ സംസാരിച്ചാലും അത് വഴക്കിലാണ് തീരുന്നത്. പിന്നെന്തിന്?
they would respond like this: whenever I speak to my wife, it will always end up in a quarrel. അങ്ങനെ അല്ലാതെയും ചെയ്യാൻ ഒക്കും. ഇഫ് ദർ ഇസ് എ വിൽ, നീ മനസ്സ് വെക്കണം. If there is a will, you can also speak to your wife in such a way that it will not end up in a quarrel. അതുപോലെ തന്നെ ഈ സംഭാഷണത്തിന്റെ വിഷയം അതെന്താ? Similarly, what is the topic around which your conversation is going on? സംഭാഷണം സ്ത്രീക്ക് പ്രത്യേകിച്ച് സംസാരിക്കാൻ പ്രത്യേകിച്ച് ഒരു വിഷയം വേണമെന്നില്ല. അതിനെക്കുറിച്ച് സംസാരിച്ചത്. For a woman, there is no particular topic for which a woman has to speak. She can speak about it, about anything. ഇങ്ങനെയാണ് ഒരു മെയിൽ ഷോവനിസം ഉള്ള, പുരുഷ മേധാവിത്വമുള്ള ആളുകൾ പറയുന്നത്. This is how മെയിൽ ഷോവനിസം, പുരുഷ മേധാവിത്വം, a masculine man is telling. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവളുടെ ലോകം ഒരു പ്രത്യേക ലോകമാണ്. But let us remember that her world is a particular kind of a world. ഞാൻ ഒരു പത്ര ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. I am working in a newspaper. കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് ഈ രാജ്യം കടന്നു പോകുന്ന ഒത്തിരി കാര്യങ്ങൾ വാർത്തകളിൽ അടുത്ത് നിന്ന് കാണും. And how many years I have been witnessing many country news going by. നമ്മൾ ഇന്ദിരാഗാന്ധിയുടെ കാലത്തുണ്ടായിരുന്ന ഒരു അടിയന്തരാവസ്ഥ പോലെ അതിന് സമാനമായ, അതിനേക്കാൾ ഭീകരമായ ഒരു കാര്യം ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ വരാനുള്ള എല്ലാ ലക്ഷണങ്ങളും ഇപ്പോഴുണ്ട്. There is a big indication, just like the central rule that occurred in the time of Indira Gandhi. There is all indication that such a kind of central rule is going to come very soon. There are indications. അതുകൊണ്ട് ഈ അവിടെ വാർത്തകളൊക്കെ എഡിറ്റ് ചെയ്യുകയും ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മുടെ ജനാധിപത്യം അത് ഈ നിലയിലായി പോകുമോ, എന്താ സംഭവിക്കാൻ പോകുന്നത്, ഒത്തിരി ഉത്കണ്ഠകളുണ്ട്. When I am editing the news and going through all these things, there is a lot of anxiety as to what our democracy will turn out to be. അതെല്ലാം കഴിഞ്ഞ് രാത്രിയിൽ വരുമ്പോൾ, രാത്രി 12 മണിക്ക് വന്നപ്പോഴും സഹോദരി ഉറങ്ങിയിട്ടില്ല. After going through all these things, when I come back home at 12 o'clock in the midnight, my wife has still not slept. കാരണം എൻ്റെ മകൾക്ക് ഇരട്ട കുട്ടികളുണ്ടായി. അത് കൊച്ചു കുഞ്ഞുങ്ങളാണ്. അവരെ നോക്കുക, ആ വീട്ടിലെത്താൻ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പരിപാടി. My daughter, they have twins, and my wife's biggest job is to look after these twins right now. ഞാൻ വന്ന് ബെല്ലടിച്ച് വാതിൽ തുറന്നു കഴിഞ്ഞപ്പോൾ സഹോദരി ചിരിച്ചുകൊണ്ട് പറയുക, ഇന്നൊരു വലിയ സംഭവം ഉണ്ടായി കേട്ടോ. When I come and open the door in this midnight, my wife is laughing and telling me a big incident has occurred here today. അപ്പോൾ ഗുജറാത്തിലെ കോൺഗ്രസിന് തന്നെ കിട്ടുമല്ലേ? So did in Gujarat Congress go ahead? അല്ല, അതെന്തോ എനിക്ക് മനസ്സിലായില്ല. ഞാൻ കൊച്ചിൻ്റെ പാമ്പർ മാറ്റിയപ്പം നേരെ എൻ്റെ മുഖത്തോട്ട് തന്നെ മൂത്രം ഒഴിച്ചു. പനിനീരാരോ കുടഞ്ഞു എന്ന് പറയുന്ന സന്തോഷത്തിലാണ് പറയുന്നത്. So what she was telling was, I don't know about that, when I was changing my child's pampers, that child peed directly into my face. She is telling it with such an excitement. അതാ വലിയ സംഭവം, ഇന്നൊരു വലിയ സംഭവം ഉണ്ടായി. That is the big incident that took place in my home today. പ്രിയപ്പെട്ടവളെ, അവളെ സംബന്ധിച്ച് അതല്ലേ വലിയ സംഭവം? To her, my dear brethren, is it not the biggest thing that happened in her life today? നമ്മളെ സംബന്ധിച്ച് പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ വീടാണ് നമ്മുടെ ലോകം. നമ്മൾ പുറത്തുള്ള ഒത്തിരി കാര്യങ്ങൾ ഇതിലേക്ക് കൊണ്ടുവരണ്ട. അവർ പകൽ മുഴുവൻ ബന്ധപ്പെട്ട് അവിടെ ഇരിക്കുക. അവർക്ക് പറയാനുള്ളത് പറയട്ടെ. അവരുടെ സന്തോഷത്തിൽ നമുക്ക് പങ്കുചേരാം. My dear brethren, what I am trying to tell is, our family life is our world. Don't bring the external things into your family. If she has something to tell about our family, let her speak and you listen. നമ്മൾ അടുത്തതായിട്ടുള്ളത് സമ്മാനങ്ങളാണ്. The next thing is in context of gifts. സ്നേഹത്തിൻ്റെ ഒരു ഭാഷയാണ് സമ്മാനം. One language of love is gifts. ഇവിടെയും പുരുഷനും സ്ത്രീയും തമ്മിൽ വ്യത്യാസമുണ്ട്. Over here also there is a difference between a man and a woman. ഒരു പുരുഷന് ഒരു വലിയൊരു സമ്മാനം കിട്ടാനാണ് താല്പര്യം. A man will always want to get a big gift.
ഒരു നല്ല കാര്യം, ഒരു വലിയ വിലയുള്ള, ഒരിക്കൽ കിട്ടിയാൽ മതി, പക്ഷേ അത് വിലപിടിപ്പുള്ള എന്തെങ്കിലും ഒരു കാര്യം നല്ലത് കിട്ടണം, അതാണ് അവന് താല്പര്യം. The man's desire is like this. He only need to get once in a while a gift, but that gift must be expensive or it must be big and great. എന്നാൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കൊച്ചു കൊച്ചു സമ്മാനങ്ങൾ മതി, പക്ഷെ അതൊരു റെഗുലർ ബേസിസിൽ കിട്ടണം. But as far as a woman is concerned, she wants to get small gifts, but it must be on a continuous basis. വലിയ കാര്യമൊന്നും വേണ്ട ബ്രദറെ. Those gifts need not be big and great things, my brother. നിനക്ക് വരുന്ന വഴിക്ക് ബേക്കറി കയറി എന്തെങ്കിലും ഒരു കാര്യം വാങ്ങിക്കൊണ്ട് വരാമല്ലോ. As you are coming back home, you can get into the bakery and buy something for your wife. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. നമ്മൾ ആ സമ്മാനത്തിലൂടെ നമ്മൾ അവൾക്ക് കൊടുക്കുന്ന സന്ദേശം, ഞാൻ നിന്നെക്കുറിച്ച് ചിന്തിക്കുന്നു, ഞാൻ തിരക്കിനിടയിലും നിനക്കായിട്ട് എനിക്കൊരു ഹൃദയമുണ്ട് എന്ന കാര്യമാണ് അവൾക്ക് തൃപ്തിയായി. So what we are doing through this small act of remembering a gift is, you are conveying the message that I am concerned about you. This message you are passing on. ചിലപ്പോൾ ഈ സമ്മാനം വലിയ പ്രയോജനപ്പെട്ടൊന്നും വരികയില്ല. Sometimes this gift that you are giving might not be of much of a practical use. ലോകപ്രശസ്തമായ ഒരു ചെറുകഥയുണ്ട്, ഭാര്യയും ഭർത്താവും സമ്മാനം കൊടുത്തതിനെ കുറിച്ച്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. There is a story. There is a story of a well-known story in the world of a husband and a wife giving a gift. I don't know whether you have heard the story. വിദേശത്താണ് അവർ, ഭാര്യയും ഭർത്താവും രണ്ടുപേരും വെറും പാവപ്പെട്ട ആളുകളാണ്. Both these husband and wife are abroad and they are very poor. അപ്പോൾ അവരുടെ വിവാഹ വാർഷികം വരിക. And their anniversary is coming. അപ്പോൾ ഭാര്യയുടെ ചിന്ത, എനിക്ക് വിവാഹത്തിൻ്റെ വാർഷികത്തിന് എനിക്ക് ഭർത്താവിന് ഒരു സമ്മാനം കൊടുക്കണം. The wife is thinking, when this anniversary is coming, I should give a gift to my husband. ഭർത്താവിൻ്റെ താല്പര്യം, എനിക്ക് അവൾക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കണം. The husband's desire is, I must be able to give a surprise gift on this anniversary to my wife. അപ്പോൾ ഭർത്താവ് താനെ വിചാരിച്ചു, എന്താ ഇവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കുന്നത്, നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്കനുസരിച്ച് വേണം താനും, എന്താ വേണ്ടത്. So the husband is thinking to himself, what can I give as a gift to my wife? The money that we have is very little. അവൾക്ക് നല്ല നല്ല മുടിയുണ്ട്, കാർകൂന്തൽ നീളത്തിലുണ്ട്. So he is thinking, my wife has a very long beautiful hair. ആ മുടിയിൽ വെക്കാൻ ഒരു നല്ല മനോഹരമായ ഒരു സ്ലൈഡ്, അത് പൂക്കളൊക്കെ ഉള്ള, അത് മുത്തൊക്കെ പിടിപ്പിച്ച ഒരെണ്ണം കടയിൽ കണ്ടു. അത് വാങ്ങിക്കാനേ അദ്ദേഹത്തിന് പ്രാപ്തിയുള്ളൂ, പക്ഷെ അത് വാങ്ങിക്കാം എന്ന് അദ്ദേഹം കരുതി. This man thought, okay, to keep that hair properly, I will buy a slide which is beautifully embroidered with pearls, and he only has the enough money to buy that slide, and he decides to do that. പക്ഷേ ജീവിതത്തിൻ്റെ തിരക്കിനിടയിൽ പണമൊക്കെ തീർന്നു പോയി. അവസാനം സമ്മാനം വാങ്ങിക്കാൻ ചെന്നപ്പോൾ കയ്യിൽ കാശില്ല. അദ്ദേഹം നോക്കിയപ്പോൾ തൻ്റെ കയ്യിലൊരു റിസ്റ്റ് വാച്ച് ഉണ്ട്. ആ വാച്ച് വിറ്റിട്ട് ആ പൈസ കൊണ്ട് ഭാര്യയ്ക്ക് മുടിയിൽ വെക്കാനായിട്ട് ഒരു പിന്നു വാങ്ങി. But in the busyness of his life, the money that he had gone, and he did not have the money to buy the slide. He decided to sell his wristwatch and buy a slide for his wife. ആ സ്ലൈഡും വാങ്ങിച്ചുകൊണ്ട് വിവാഹ വാർഷികത്തിൻ്റെ ദിവസം സന്ധ്യയ്ക്ക് അദ്ദേഹം വന്നു. This man bought that slide and came on the day of the anniversary with a gift for his wife home. ഭാര്യയും സന്ധ്യയ്ക്ക് വന്നു, അവളുടെ കയ്യിൽ ഒരു സമ്മാനമാണ്. The wife also came home and she also has a gift. രണ്ടുപേരും സർപ്രൈസ് ഗിഫ്റ്റായിട്ട് വെച്ചിരിക്കുക. Both of them have kept their gift as surprises to each other. ഭർത്താവ് അവസാനം സർപ്രൈസിന് അവധി കൊടുത്ത് അദ്ദേഹം ഭാര്യയ്ക്കുള്ള തൻ്റെ സമ്മാനം ആ ഗിഫ്റ്റ് പാക്കറ്റ് തുറന്ന് എടുത്തു, മുടിയിൽ വെക്കാനുള്ള മനോഹരമായ പിന്ന്. The husband put a holiday to his surprise. He opened the gift and showed his wife that slide which has to be put on her hair. ഞാൻ തന്നെ നിന്റെ മുടിയിൽ അത് പിടിപ്പിച്ചു തരാം എന്ന് പറഞ്ഞ് ചെന്നപ്പോൾ അവൾക്ക് മുടിയില്ല. അവൾ മുടി വിറ്റ് അവളുടെ ഭർത്താവിൻ്റെ കയ്യിലുണ്ടായിരുന്ന വാച്ചിലെ ഒരു സ്വർണ്ണ സ്ട്രാപ്പ് അവൾ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുക. When he went forward, he told that I will put this clip on your hair,
with that intention, when he went forward to put it, he noticed that his wife does not have her hair anymore because she cut her hair and bought a golden strap for putting on the watch of her husband. കാര്യം പറഞ്ഞത് മനസ്സിലായോ? So do you understand what I am trying to convey? ഈ രണ്ട് സമ്മാനങ്ങളും പ്രയോജനപ്പെടുന്നില്ല. Both these gifts are not benefiting to each other. കാരണം ഭർത്താവ് തൻ്റെ വാച്ച് വിറ്റു, ഭാര്യ അതിനുള്ള സ്ട്രാപ്പാണ് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഭാര്യ തൻ്റെ മുടി വിറ്റു, ഭർത്താവ് അതിൽ ചൂടാനുള്ള പിന്നാണ് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. രണ്ടും പ്രയോജനപ്പെടുന്നില്ല. Both these gifts are of not use to each other because the husband had bought a slide to put on her hair which is no longer there, and the wife had bought a strap for the watch which is also not there on her husband's hand. പക്ഷേ ആ സമ്മാനങ്ങൾ പ്രയോജനപ്പെട്ടില്ലെങ്കിലും അത് അന്യോന്യം കൊടുത്ത സന്ദേശം എത്ര വലുതാണ്. Even though the gift that they exchanged with each other did not benefit them, what a beautiful message those acts had conveyed to both the partners. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചൊരു ചെറുകഥയാണ്. പക്ഷേ അത് ആ കുടുംബം എത്ര സന്തോഷമായിട്ട് അവർ മുന്നോട്ട് പോയി കാണും. മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് പറഞ്ഞതുപോലെ. പ്രിയപ്പെട്ടവർ, ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കട്ടെ, നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ അതിന് വഴിയുണ്ട്. I had read this story many years back, and how beautifully that family would have lived. It's like made for each other. What I was trying to convey was, if there is a will, there is a way. നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഭാഷ ക്വാളിറ്റി ടൈമാണെന്ന് പറഞ്ഞു, കോൺവെർസേഷൻ ആണെന്ന് പറഞ്ഞു, ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞു. നാലാമതായിട്ട് പറയാനുള്ളത് അന്യോന്യമുള്ള സപ്പോർട്ടാണ്, അന്യോന്യമുള്ള സേവനമാണ്. What we have been thinking is the language of love is quality time, is the gift and constructive conversation. The fourth thing is the support that we can give to each other. സ്ത്രീ തൻ്റെ ഭർത്താവ് തന്നോട് കാര്യങ്ങൾ പറയുന്ന ഒരു തുറന്ന ഹൃദയമുള്ള ആളായിരിക്കണമെന്ന് സ്ത്രീ ആഗ്രഹിക്കുന്നു. The wife always desires that her husband must be a person who will tell her everything very openly. വീടിൻ്റെ കാര്യങ്ങളിൽ ഉത്തരവാദിത്തം എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. The wife will expect that the husband should take responsibility about the affairs of the family. കുടുംബത്തോട് കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളായിരിക്കണം എൻ്റെ ഭർത്താവ് എന്ന് അവൾ ആഗ്രഹിക്കുന്നു. The wife desires that my husband should have a commitment towards the family. മക്കളുടെ വിദ്യാഭ്യാസപരമായ ധാർമ്മികമായ കാര്യങ്ങളിൽ അതിന് ശ്രദ്ധ കൊടുക്കുന്ന ആളായിരിക്കണം എൻ്റെ ഭർത്താവ് എന്ന് അവൾ ആഗ്രഹിക്കുന്നു. The wife desires that the husband should be a person who will give importance to the children's education and their moral upbringing. കണ്ടോ, ഈ ഭാര്യ ഒരു സപ്പോർട്ട് ആഗ്രഹിക്കുന്നുണ്ട്, ഒരു പിന്തുണ ആഗ്രഹിക്കുന്നു. And the wife is actually wanting a support from her husband. ഒരു സേവനം ആഗ്രഹിക്കുന്നുണ്ട്. The wife is expecting a service from her husband. അത് നൽകാൻ കഴിയുമ്പോൾ ആ പുരുഷൻ പറയുന്നത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് തന്നെയാണ്. When that husband is providing all these things, he is indirectly telling that I love you. വിദേശത്തെ ആളുകൾ എപ്പോഴും ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ഹണി ഞാൻ നിന്നെ ഐ ലവ് യു എന്ന് കൂടെ പറയും. In the Western world, the husbands very often tell their partners I love you. അത് അവരുടെ ഒരു രീതിയാണ്. That is their way of life. നമ്മളാരും അങ്ങനെ കൂടെ കാണുമ്പോൾ ഒരു ചായ കൊണ്ടുവരുമ്പോഴൊക്കെ ഐ ലവ് യു എന്ന് പറയാറില്ല. We don't, when your partner is bringing a tea, will not tell to your partner I love you very often. പക്ഷേ വാക്കുകളിലൂടെ അങ്ങനെ പറഞ്ഞില്ലെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉത്തരവാദിത്വം എടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന സന്ദേശം ഐ ലവ് യു എന്ന് തന്നെയാണ്. Even if you do not tell that 3 words very often, but when you take responsibility on all these things that we spoke of, you are also telling I love you to your partner. പുരുഷൻ എന്ത് സേവനമാണ് ആഗ്രഹിക്കുന്നത്? What is the love that a husband is requiring from his wife? നമ്മൾ നേരത്തെ പറഞ്ഞു അവനൊരു രാജാവിനെ പോലാണ്. We spoke earlier that the husband is like a king in his family. തൻ്റെ ജീവിത പങ്കാളി തന്നോടൊപ്പം നടക്കണമെന്നും തന്നോടൊപ്പം ആയിരിക്കണമെന്നും നല്ല വേഷമൊക്കെ ധരിച്ച് തൻ്റെ കൂടെ വരണമെന്നും ഒക്കെയാണ് അവൻ്റെ ആഗ്രഹം. The husband desires that his wife should be walking along with him, should dress properly and things like that. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നു, നീ വരുന്നോ, ഡ്രസ്സ് ചെയ്യാൻ നമുക്ക് പോകാം. The husband is asking,
Are you coming along with me? Please dress. Come, let's go together. ഓ എനിക്കിവിടെ ഒത്തിരി തിരക്കുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യാം, ആ ചെറുക്കനെ വിളിച്ചുകൊണ്ട് പോകും. So the wife is responding, oh, I am very busy right now. I have to do a lot of things. You call the child and go. പ്രിയപ്പെട്ടവരെ, പുരുഷന് കൊച്ചു കാര്യമാണ്, പക്ഷേ നീ അതിനായിട്ടൊരു ഹൃദയമുണ്ടെങ്കിൽ നിനക്ക് കൂടെ പോകാൻ കഴിയും. Dear wives, it is a small thing, but if you have a heart for that, you can go along with it. അവനത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ ഭാര്യ അവൾ എന്നോടൊപ്പം ഞങ്ങൾ ഒരു രാജാവും രാജ്ഞിയും പോകുന്ന പോലെ ഇങ്ങനെ നടന്നു പോകാനൊക്കെ അവൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്. He is desiring in his heart, like a king and a queen walks along. My wife will walk along with me. That is a desire that is there in him. പുരുഷന് ഭാര്യയിൽ നിന്നാണ് ഒരു സപ്പോർട്ടിംഗ് ആയ വാക്കുകൾ വേണ്ടത്. For a man, it is from his wife he wants words that are supporting. അതായത് പകലത്തെ അധ്വാനമെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിൽ വരുമ്പോൾ ഈ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി വരുന്നത് പോലെയാണ് അദ്ദേഹം വരുന്നത്. After having worked the whole day, he is coming back home to recharge his battery that is weak. അതായത് കൗൺസിലിംഗ് പഠിച്ചിട്ടുള്ള ആളുകൾ പറയുന്നത് 48 മണിക്കൂറിനുള്ളിൽ ഓരോ പുരുഷനും ഓരോ ബൂസ്റ്റിംഗ് ഷോട്ട് കൊടുക്കണം എന്നാണ്. People who have learned counseling, they tell like this, in 48 hours every man have to be given a boosting shot. അതായത് തൻ്റെ ഭാര്യയിൽ നിന്ന് കൊള്ളാം, നിങ്ങൾ മിടുക്കനാണ്, കുഴപ്പമില്ല, എൻ്റെ ഭർത്താവ് ഇപ്പോഴും സുന്ദരനാണ് എന്നുള്ള ഒരു സന്ദേശം കിട്ടണം. So it is from his wife that you, my husband, you are a capable man, you are smart, you are beautiful, such kind of boostings. കാരണം അദ്ദേഹത്തിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. Because the man himself has his own problems and troubles. കാരണം മുടി നരയ്ക്കുന്നു, കുടവയറ് ചാടുന്നു, അദ്ദേഹത്തെ തന്നെ കണ്ണാടി നോക്കുമ്പോൾ പല പ്രശ്നങ്ങളുണ്ട്. So the man, his hair is getting white, his belly is jumping out, and he is getting old. When he is looking in the mirror, he himself can see a lot of deformalities. അപ്പോൾ തൻ്റെ ഭാര്യ പറയുന്നു, ഇതൊക്കെയാണെങ്കിലും നിങ്ങൾ മിടുക്കനാകട്ടോ എന്നൊരു സന്ദേശം കൊടുക്കാൻ കഴിഞ്ഞാൽ അതാണ് സേവനം എന്ന് നമ്മൾ ഉദ്ദേശിച്ചത്, സപ്പോർട്ട് എന്ന് ഉദ്ദേശിച്ചത്. So if a wife is going to comment like this to her wife, even though all these are happening, you are an able man, you are a very smart man, it is a kind of a support that you can give to your wife, husband. സ്നേഹത്തിൻ്റെ അഞ്ചാമത്തെ ഭാഷ എന്ന് പറയുന്നത് സ്പർശനമാണ്. The fifth language of love is touch. അതായത് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ടല്ലോ, ഞാൻ കിടന്നു ഉടനെ ഒരു കരം വന്ന് എന്നെ തൊട്ടു, ദൈവത്തിൻ്റെ കരം എന്നെ തൊട്ടു, എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. We read like this in the Bible, when I heard the voice, the hand of the Lord came and touched me, and it is telling me to get up. സ്പർശനത്തിന് ഒത്തിരി കാര്യങ്ങൾ പകരാനായിട്ട് കഴിയും. Our touch can speak a lot of things. ചിലപ്പോൾ ചില സഹോദരിമാർ പറയില്ലേ, അച്ഛാ എൻ്റെ കയ്യിലൊന്ന് പിടിക്കേ. Sometimes the wife speaks to their husband telling like this, please hold my hand. പടി ഇറങ്ങുക, അച്ഛാ ഞാൻ വീഴും, എൻ്റെ കയ്യിലൊന്ന് പിടിക്കേ. I am going down the stairs, I might fall, please hold on to my hand. അദ്ദേഹം അത് കേൾക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് കൊച്ചു കാര്യങ്ങളാണ്, പക്ഷേ സ്പർശനത്തിലൂടെ ഞാൻ നിൻ്റെ പിന്നാലെ ഉണ്ട്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള കരുത്താണ് അത് നൽകുന്നത്. The husband is not listening to that voice of the wife, but that small act, you are telling your wife that I am there supporting you. നിങ്ങൾ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഭാര്യയ്ക്ക് തലവേദനയാണ്. When you are coming back from your office, you notice that your wife is having a headache. തലവേദനയല്ലേ? You are having a headache, my dear wife? നമുക്ക് ഉടനെ തന്നെ ഡോക്ടറെ കാണാൻ പോകാം. So let us go immediately to see a doctor. ഡോക്ടറെ വിളിക്കുന്നു, എൻ്റെ ഭാര്യയ്ക്ക് തലവേദന എപ്പോഴാണ് കാണാൻ പറ്റുന്നത്. And you are immediately calling the doctor and you are telling the doctor, my wife is having a headache, when can I see you? പ്രത്യേകിച്ച് ഫാമിലി സെഷനിൽ ഒരു ബ്രദർ വന്ന് ഇങ്ങനെയൊക്കെ ഭാര്യയുടെ കാര്യം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ ഉടനെ ഡോക്ടറെ വിളിച്ച് അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്ത് ഭാര്യയെ കൊണ്ട് പോകാം എന്നൊക്കെയാണ് സഹോദരന്മാർ ചിന്തിക്കുന്നത്. So the husbands might be thinking, because the brother encouraged like this, you have to take care of your wife, you are immediately calling the doctor and you are fixing up an appointment. Is this the way that you are thinking right now?
പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ ആ ബാം എടുത്ത് അവളുടെ നെറ്റിയിൽ ഒന്ന് തടവി കൊടുത്ത് ഒരു വാക്ക് പറഞ്ഞാൽ മതി, ആ തലവേദന എവിടെ പോയെന്ന് അറിഞ്ഞൂടാ. The reality is, if you will take that balm and apply it on your wife's forehead, you will not even know where that headache has disappeared. അവൾ പകൽ മുഴുവൻ വീട്ടിലെ തിരക്കിനിടയിൽ നിന്ന് അവൾക്കൊരു സ്പർശനം, ഒരു സ്വാന്തനമാണ് ആവശ്യം. അതിനവൾ കണ്ടുപിടിച്ച ഒരു മാർഗമാണ്, അവൾ തന്നെ അബോധപൂർവമായിട്ട് കണ്ടെത്തിയ ഒരു മാർഗമായിരിക്കാം തലവേദന. The whole day she has been laboring in the house and she is in want of a touch or an embrace. Maybe unconsciously this might be a way she is finding an excuse to get that touch from you. പക്ഷേ കണ്ടോ, ആ ഭാഷ ഭർത്താവിന് മനസ്സിലായില്ല. അയാൾ ഇപ്പോഴും ബാബേൽ ഗോപുരത്തിൻ്റെ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. പെന്തക്കോസ്തിലേക്ക് വരിക. But have you noticed that the husband has still not understood that language? He is still standing in the Babel tower. He has not come over to the Pentecostal blessing. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, നമുക്കിങ്ങനെ പറഞ്ഞു പോയാൽ ധാരാളം കാര്യങ്ങൾ പറയാനുണ്ടല്ലോ. നമ്മൾ 5 കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മൾ പ്രൈം ടൈം നീക്കി വെക്കണം, സംഭാഷണം വേണം, സ്പർശനം വേണം, പല കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. These were the 5 things that we were speaking about right now, that you have to find the prime time, you have to have a touch in your life, you must have conversations in your life. ഇതിലൊക്കെ ഓരോരുത്തർക്കും ഇതിലേതെങ്കിലും ഒന്നിനായിരിക്കും അവർക്ക് പ്രാധാന്യം കൂടുതൽ. Out of these 5 things, everyone might be giving priority to one of these things. അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? നമ്മുടെ ഭാര്യയ്ക്ക് ഇതിൽ ഏതാ വേണ്ടതെന്ന് നമ്മളെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? So how can you find out which of these 5 things is of priority to your wife? അത് അവൾ പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി. You only have to give a listening ear to your wife. ഓ, അച്ഛൻ ഇത്രയൊന്നും കഷ്ടപ്പെടണമെന്നില്ലായിരുന്നു, എൻ്റെ കൂടെ ഒരു 5 മിനിറ്റ് ഒന്ന് ഇരുന്നാൽ മതി. അപ്പോൾ അവൾക്ക് എന്താ വേണ്ടത്? അവളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കണം. അതാണ് അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം. If your wife is responding like this, you need not have labored for all these things. I only wanted you to sit with me for 5 minutes. What does that indicate about your wife? She only wanted you to sit with her. Time was important. ചിലർ പറയില്ല, എന്നോടൊന്ന് വർത്തമാനം പറഞ്ഞാൽ മതി, എൻ്റെ മുഖത്തൊന്ന് നോക്കിയാൽ മതി. അവൾ അത് ആഗ്രഹിക്കുന്നു. So some wives will be telling, you only just speak to me, you look into my face, that is enough. So that kind of a wife is wanting conversation. പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ വേഗത്തിൽ കുടുംബജീവിതത്തിൽ സാധാരണ ഉണ്ടാകുന്ന മറ്റൊരു കാര്യം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കോപത്തിൽ ഉണ്ടാകുന്ന വാക്കേറ്റമാണല്ലോ. അതിന് ഒരു സൊല്യൂഷനായിട്ട് ചില കാര്യങ്ങളോട് പറഞ്ഞ് എൻ്റെ വാക്കുകളെ വളരെ വേഗത്തിൽ അവസാനിപ്പിക്കാം. Something that we very often see, the angry words that husbands and wife speak to each other. I would like to address those things. അതായത് കോപത്തെ നിയന്ത്രിക്കാനായിട്ട് നമ്മൾ കൈക്കൊള്ളേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? To control our anger, we have heard many things. നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകൾ പറയുന്നത്, വാക്കുകളെന്ന് പറയുന്നത് മൊത്തത്തിൽ ഒരു 8% വരുള്ളൂ. People who have studied on these things have told like this: words only will amount to 8% of the incident. വികാരമാണ് 35%. And the emotions are 35% of that incident. ബോഡി ലാംഗ്വേജ്, ശരീരഭാഷ 55%. And 55% is your body language. 2% ഇൻറ്റ്യൂഷൻ, അവബോധം. And 2% is intuition. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് വാക്കുകളിലൂടെ മാത്രം കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടിരുന്നാൽ അവൾ എന്തിനാ കോപിച്ചെന്ന് നമുക്ക് പലപ്പോഴും മനസ്സിലാകില്ല. So if you will try to understand why your wife has got angry based on only the words that came out of her, you will not understand. ബൈബിളിൽ പറയുമല്ലോ, കേൾപ്പാൻ വേഗത വേണം. In the Bible it is told that you must be quick to listen. അത് കേവലം വാക്കുകൾ മാത്രം കേട്ടാൽ പോരാ, അവളുടെ ശരീരഭാഷയും കേൾക്കണം. It is not only referring to the words that are coming, but you should also listen to the body language. അവളുടെ വികാരത്തെ ശ്രദ്ധിക്കണം. You must be able to give ears to their feelings, emotions. 8% മാത്രമേ വാക്കുകളുള്ളൂ. ബാക്കി 55% ബോഡി ലാംഗ്വേജും 35% വികാരങ്ങളുമാണ്. Only 8% is contributing towards words.
55% is body language and 35% is the emotions. അപ്പോൾ അത് വേണ്ടതുപോലെ മനസ്സിലാക്കാത്തതാണ് പലപ്പോഴും ക്ഷോഭിച്ച് പെട്ടെന്ന് പൊട്ടിത്തെറിക്കാനുള്ള കാരണം. So our failure to not understand the body language and the emotions is what is resulting in an explosion of anger. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പൊട്ടിത്തെറികൾ ഒഴിവാക്കാനായിട്ട് കേൾപ്പാൻ വേഗതയുള്ളവരായിരിക്കട്ടെ. അപ്പോൾ തന്നെ വാക്കുകൾ മാത്രമല്ല. So to avoid such explosions in your family life, let us be keen to listen more. അതുപോലെ തന്നെ കോപത്തിനിടയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായി സംഭാഷണം മുന്നോട്ട് പോകുന്നു എന്നിരിക്കട്ടെ. അങ്ങനെ വരുമ്പോഴും നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് പറയും, നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് സുല്ല് വിളിക്കണം. Let us imagine that an explosion has occurred and the discussion is going forward. We can think like this, we are putting a white flag in that incident. Time out. അതായത് കളികളൊക്കെ നടക്കുമ്പോൾ എന്താ വരും, ഇടയ്ക്ക് നമുക്കറിയാമല്ലോ, നമ്മളൊക്കെ ചെറുപ്പത്തിൽ കളിച്ച ഇടയ്ക്ക് സുല്ല് വിളിക്കും, ഇച്ചിരി നേരത്തേക്ക് ആ കളി നിർത്തും. In between a game, there are incidents where people are putting a stop to the game, a time out. കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒന്ന് നിർത്ത്, ഒരു വാക്കിനിടയിൽ മറ്റൊരു വാക്ക് പറഞ്ഞ് അങ്ങനെ പോകാതെ രണ്ടുപേരും ഒരു കൂളിംഗ് ടൈം ഒന്ന് സമാധാനിക്കാനായിട്ട് 2 മിനിറ്റ് ഒന്ന് എടുക്കാമോ? So when that explosion has taken place and it is going forward, can you take an initiative to put a time out for that situation so that both of you will cool down? അതുപോലെ തന്നെ അഥവാ നമ്മൾ ഒരു ദിവസം എന്തെങ്കിലും കാര്യങ്ങളിൽ കോപിക്കുകയോ എന്തെങ്കിലും കാര്യങ്ങളിൽ അന്യോന്യമുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാകുകയോ ചെയ്താൽ മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ആ കാര്യത്തിൽ നമ്മളൊരു ക്രമീകരണം വരുത്തണം. If in a day you have spoken rude and gotten angry, the third thing that we can do is to ensure that it is settled before the sun goes down. എഫേസ്യർ 4:26 നമുക്ക് അറിയാവുന്ന ഒരു വചനമാണ്. Ephesians chapter 4 verse 26 is a verse that we are familiar with. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ, സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങളുടെ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. If you are angry, don't sin by nursing your grudge. Don't let the sun go down with you still being angry. Get over it quickly. അങ്ങനെ വെച്ചാൽ എന്ത് സംഭവിക്കും? 27ാമത്തെ വാക്യം, പിശാചിന് ഇടം കിട്ടും. If you will continue to do that, what will happen is written in 27. When you are angry, you give a mighty foothold to the devil. പ്രിയപ്പെട്ടവരെ, എനിക്കൊരു കുടുംബത്തെ അറിയാം, ഒരു വിശ്വാസികളായ ഒരു കുടുംബം. I know a believer family. നമ്മുടെ സഭയിലുള്ളതല്ല. They are not in our family. In our church. They are in our family. In our church. Sorry. I'm really sorry. They are not in our church. 15 വർഷമായി ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിച്ച്. 15 years have gone by and the husband and wife has not spoken to each other. സംസാരിക്കേണ്ട സമയത്ത് അദ്ദേഹം ഒരു കത്ത് എഴുതും, എനിക്കിന്ന് നേരത്തെ പോകണം, 8:30 ആകുമ്പോഴത്തേക്ക് ഓഫീസിൽ ചെല്ലണം, ഒരു കുറിപ്പ് എഴുതും. When the husband wants to convey something, he will write a letter to his wife, 8:30 I have to go to the office. ഭാര്യയ്ക്കും ഭർത്താവിനോട് പറയാനുള്ളത് കുറിപ്പുകളാണ്. Even the wife also has a response in the form of letter to the husband. ഈ 15 വർഷത്തിനിടയിൽ അവരെ പിള്ളേരെ കല്യാണം കഴിപ്പിച്ചയച്ചു, പക്ഷെ മിണ്ടിയിട്ടില്ല. In this 15 years they have got their children to marry, but they have never spoken to each other. മോളെ കാണാൻ ചെറുക്കൻ വന്നു, അപ്പനെ ഒരു കുറിപ്പ് എഴുതി, എനിക്ക് ചെറുക്കനെ ഇഷ്ടപ്പെട്ടു, നിനക്കോ? അപ്പോൾ അവൾ എഴുതി, എനിക്കും കുഴപ്പമില്ല. കല്യാണങ്ങൾ നടന്നു. When the boy came to see their daughter in their home, the husband is conveying to the mother like this, I like the boy, do you like him? She is also responding back, I also don't have a problem with the boy. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിചാരിക്കരുത് വർത്തമാനം പറയാതെ ജീവിക്കാൻ ഒക്കുകയില്ല. അതായത് don't imagine that you can it is impossible to live a family life without talking. ഈ കുടുംബം അവർ 15 വർഷത്തോളം മിണ്ടാതെ ഇരുന്നു. This family did not speak to each other for 15 years. എന്താ സംഭവിച്ചത്? What really happened in that family?
ആദ്യം എന്തോ ഒരു കാര്യത്തിൽ ഇവർ തമ്മിൽ പിണങ്ങി. In their initial days, they would have been disturbed over one particular incident. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഭർത്താവ് സംസാരിച്ചില്ല. And after that incident, the husband never spoke. ഭാര്യയും എന്ത് ചെയ്തു? അവളും വാശിയിലൊട്ടും പുറകിലല്ല, അവളും സംസാരിക്കുന്നില്ല. The wife also is not at all less stubborn. She also did not speak back to the husband. അത് വർഷങ്ങൾ അങ്ങ് നീണ്ടുപോയി. And that silence went on for many years. ഈ മഞ്ഞ് വീഴുന്നത് പോലെയാണ്, ബന്ധങ്ങൾക്കിടയിൽ മഞ്ഞ് വീഴുന്നത് പോലെ. മഞ്ഞ് വീഴുന്നത് മാറ്റിയില്ലെങ്കിൽ അത് പിന്നെ എന്താകും? കട്ടയാകും. ഈ വിദേശങ്ങളിലൊക്കെ ഡ്രൈവേയിൽ നിന്ന് മഞ്ഞ് മാറ്റുമല്ലോ, ഐസ് കട്ട മാറ്റുമല്ലോ. Having this kind of a disturbance, you can compare it with the snow falling. If you don't move away that snow from that road, it will become a block of ice. ഞാൻ പറഞ്ഞത് ഇതെല്ലാം പിന്നീട് ഒടുവിലത്തേക്ക് നമ്മൾ മാറ്റി വെക്കല്ലേ. നമ്മൾ എന്താ വേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു 15 വർഷം ഒരുപക്ഷെ വർത്തമാനം പറയാതിരുന്നില്ലെങ്കിലും 1-2 ദിവസം ഭാര്യയും ഭർത്താവും മിണ്ടാതിരുന്ന രംഗങ്ങളുണ്ടോ? Even if what I am trying to tell is, don't keep things this far. Even if you have not spoken to the extent of being silent to each other for 15 years, have you had incidents where you have not spoken to each other at least for 2 days? ഞാനൊരു ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞെടുത്തു നിന്ന് ഞാൻ ഒരു കൊച്ചു കാര്യം പറയാം. From all these things that I told you, I would like to give one small incident. അത് ഒരു വാക്കാണ് പറയാൻ ആഗ്രഹിക്കുക. അതിങ്ങനെയാണ് തോൽവിയിലൂടെ വിജയം. ഇത്രയേ ഉള്ളൂ. What I want to tell is, through failure you are having success. ഭാര്യയും ഭർത്താവും മിണ്ടാതിരിക്കുന്നു. ആദ്യം സംസാരിക്കുന്ന ആൾ എന്ത് ചെയ്യും? തോക്കും അല്ലേ? If a husband and a wife are not speaking to each other, the first person who will speak is actually giving up. He or she is failing. പക്ഷേ അങ്ങനെ ഒന്ന് തോറ്റുകൊടുത്തേ ആത്യന്തികമായിട്ട് നിങ്ങളാ ജയിക്കുന്നത്. But if you will allow yourself to experience such a failure, ultimately you are going to win. കുടുംബജീവിതത്തിൽ എപ്പോഴും നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമാണ്, തോൽവിയിലൂടെയാണ് ജയം. In regard to your family life, it is through failure you have a success. ചില കാര്യങ്ങളിൽ അവളുടെ വാശിക്ക് മുമ്പിൽ തോറ്റു കൊടുക്കുക, ചില കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വാശിക്ക് മുമ്പിൽ തോറ്റു കൊടുക്കുക. In some matters you fail yourself in the stubbornness of your wife. In some matters you fail yourself in the stubbornness of your husband. ഇത് ഇങ്ങനെ പല ദിവസങ്ങളിലേക്ക് നിശബ്ദത വരാതിരിക്കാനായിട്ടാണ് ദൈവവചനം പറയുന്നത്. സൂര്യൻ അസ്തമിക്കുമ്പോൾ ഓക്കെ, ഒരു 12 മണിക്കൂർ വേണേ വേണ്ടാതിരുന്നു, പക്ഷേ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അത് എന്ത് ചെയ്തോണം? പറഞ്ഞു തീർത്ത് രണ്ടുപേരും പ്രാർത്ഥിച്ച് വീണ്ടും ഒരു ഒരുമയിൽ വന്നിട്ടേ അന്ന് നിങ്ങളുടെ കോപത്തിൻ്റെ മേൽ സൂര്യൻ അസ്തമിക്കാതെ ആ നിലയിൽ ക്രമീകരണം വരുത്തണം എന്ന് ദൈവവചനം പറയുന്നു. That is why the Lord is telling, okay, if you want to not speak to each other, be without not speaking to each other till the sun goes down. But don't allow your anger to in such a way that the sun has set down. അങ്ങനെ സൂര്യൻ അസ്തമിച്ചാൽ എന്ത് പറ്റും? 27-ാം വാക്യം, പിശാചിനിടം കൊടുക്കും. പിശാച് ആ മൗനത്തെ 15 വർഷം വേണമെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകും. What will happen if you allow the sun to go down without settling your anger? As the next verse tells, Satan will have a foothold and he can have that foothold for the next 15 years in your life. അപ്പോൾ ആരാ ഇതിൻ്റെ അകത്ത് തോറ്റു കൊടുക്കേണ്ടത്? So the question is, who should be giving up first? സഹോദര, നീ പറയുക എനിക്ക് കർത്താവുമായിട്ട് വലിയ അടുത്ത ബന്ധമാണ് എന്ന് പറയുകയാണെങ്കിൽ നീ തന്നെ ആദ്യം തോറ്റു കൊടുക്കണം. Brother, if you are claiming that you have a closer relationship with the Lord, then you must be the first one to give up. സഹോദരി, നീ പറയുക ഞാൻ കർത്താവുമായിട്ട് വളരെ അടുത്ത ബന്ധത്തിലുള്ള ആളാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നീ തോറ്റു കൊടുക്കുക. So sister, if you are telling I am having a close relationship with the Lord, then you be the first one to give up. കർത്താവ് എപ്പോഴും മരണത്തിലൂടെയാണ് ഉയർത്തെഴുന്നേൽപ്പ് എന്നാണല്ലോ കർത്താവ് കൊണ്ടുവന്ന ആ സന്ദേശം. The Lord Jesus brought a message like this, that
it is through death only you can have a resurrection. ഞാൻ വളരെ വേഗത്തിൽ ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞിട്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. I would like to tell two or three more things and wind up my words. അതായത് ചില കാര്യങ്ങൾ ഈ കോപം വന്ന് അത് വർദ്ധിച്ചു വരാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചെയ്യാവുന്ന ഒരു എക്സസൈസ് അത് ഡിലീറ്റ് ചെയ്യുകയാണ്. So that what you can do so that anger will not come again and again on the same thing, what you can do practically is to delete those matters. നമ്മൾ പലപ്പോഴും മെയിൽ വരുന്നത് ഡിലീറ്റ് ചെയ്യുമല്ലോ, എന്നാൽ നമ്മൾ ചില ഓർമ്മകളെ ഡിലീറ്റ് ചെയ്യാറുണ്ട്. When you in your email box you get some mails and you delete some emails like that, in your memory do you delete some things? എന്ന് വെച്ചാൽ അതായത് നമ്മുടെ ജീവിതത്തിൽ പലര് പറഞ്ഞ പല വാക്കുകൾ, നമുക്കേറ്റ മുറിവുകൾ, അതെല്ലാം നമ്മുടെ ഓർമ്മയിൽ ഇങ്ങനെ കൂടി വന്നാൽ അത് ആ ഗ്ലാസ് അങ്ങ് നിറഞ്ഞു പോകുന്ന പോലെ. If in our life we will keep into memory all the people who have hurt us and the words that hurt us, it is like an increase in your glass vessel. അങ്ങനെ വരുമ്പോൾ പിന്നെ ഒരു ചെറിയ ഒരു അല്പം വെള്ളം ഒഴിച്ചാൽ എന്ത് ചെയ്യും? ഗ്ലാസ് നിറഞ്ഞൊഴുകും. And when that glass is full, a small amount of water is enough for that water to overflow. ഭർത്താവ് ഓഫീസിൽ നിന്ന് വന്നപ്പോൾ ഭാര്യയോട് എന്തോ ഒരു കൊച്ചു വാക്ക് പറഞ്ഞേ ഉള്ളൂ, പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു. When the husband came back from his office, the wife would have told a very small thing, but the husband exploded. നേരെ തിരിച്ചായിരുന്നു. So the wife exploded. എന്താ കാര്യം? ഭർത്താവിന് മനസ്സിലാകുന്നില്ല. എന്തിനാ ഇവളെ ഞാനൊരു കൊച്ചു കാര്യം പറഞ്ഞുള്ളൂ, അതിന് ഇത്രയേറെ ബഹളം ഉണ്ടാക്കേണ്ട കാര്യം എന്താ? The husband told a small thing and the wife exploded, and the husband is thinking, I told such a very small thing and I can't understand the reason why she is exploding. എന്തുകൊണ്ടാ? പകല് മുഴുവൻ പല പല ഓർമ്മകൾ, പല പല ചിന്തകൾ അത് അവളുടെ ഈ ഗ്ലാസ്സിനെ നിറച്ചു വെച്ചിരുന്നു. The reason is because over the whole day many memories, many thoughts have filled up her glass. അത് ഇടയ്ക്കൊന്ന് ഡിലീറ്റ് ചെയ്യുന്നത് നല്ലതാണ്. So it is good that you will delete such things in your life in between. ഇടയ്ക്ക് നമ്മൾ യെശയ്യാവിൻ്റെ പുസ്തകം 53-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനം ഉണ്ടല്ലോ, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. Isaiah chapter 53 verse 7. സഹോദരി, നിന്നെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ ചിലത് ദൈവസന്നിധിയിൽ എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കാമോ? It is told that he bore our burden. Can you really remove those burdens? അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിന്റെ ഗ്ലാസ് എപ്പോഴും നിറഞ്ഞിരിക്കും. ഒരു കൊച്ചു വാക്കിന് മുമ്പിൽ നീ ഇടറിപ്പോകും. If you don't remove such things, then in front of a small word you will falter. പ്രത്യേകിച്ചും നാട്ടുമ്പുറത്തൊക്കെ അവിടെ ബന്ധുക്കളുടെ കൂടെ, അമ്മാവിയമ്മയുടെ കൂടെ, നാത്തൂന്മാരുടെ കൂടെ ഒക്കെ ജീവിക്കുന്ന ഭാര്യമാരുണ്ടല്ലോ. Especially in our hometowns, there are wives who are living along with their mother-in-laws and their sister-in-laws. അവരിൽ നിന്നൊക്കെ കിട്ടിയ ചില വാക്കുകൾ, അതാണ് ഇവളുടെ ഗ്ലാസ്സിനെ നിറച്ചു വെച്ചേക്കുന്നത്. ഭർത്താവിൻ്റെ വാക്കല്ല, ഭർത്താവിൻ്റെ വാക്ക് വന്നപ്പോൾ അത് പൊട്ടിത്തെറിച്ചു പോയി എന്നുള്ളതേ ഉള്ളൂ. Her glass was actually filled to the brim because of the comments that she got from these people. It was not the husband's word, but when that husband's word fell, it exploded. കർത്താവിൻ്റെ അടുത്ത് ചെന്ന് നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി എന്ന് പറഞ്ഞ് നമുക്ക് സമാധാനവും അവന് ശിക്ഷയും. കണ്ടോ, നമ്മുടെ വേദന അവന്, സമാധാനം നമുക്ക്. ആ നിലയിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ഗ്ലാസ്സിനെ ഒന്ന് ഒഴിക്കുന്നത് നല്ലതാണ്. As it is written in Isaiah 53, he was oppressed for our iniquities, like that. If we will get his നമുക്ക് സമാധാനം, അവന് ശിക്ഷ. We have peace, but he was punished. അവൻ്റെ അടുത്ത് കൊണ്ടുവന്ന് നമ്മുടെ ഈ കാര്യങ്ങളെ ഇറക്കി വെച്ച് അവനിൽ നിന്നുള്ള സമാധാനം പ്രാപിക്കുക. So let us come to Jesus and let us unwind our burden to him and get his peace into our lives. അതുപോലെ തന്നെ ചില നാളുകൾക്ക് ശേഷം ഭാര്യയും ഭർത്താവും തമ്മിൽ കാണുമ്പോഴും ഭാര്യയും തൻ്റെ ചില ആ ഗ്ലാസ്സിലെ ചില കാര്യങ്ങൾ ഒഴിക്കാനായിട്ട് ഭർത്താവിൻ്റെ സഹായം
ചിലപ്പോൾ തേടും. The wife also will seek the help of the husband to get rid of some of the things that is there in her glass. പക്ഷേ അവിടെ അവളെ നമുക്ക് സഹായിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ പല കാര്യങ്ങളെക്കുറിച്ച് അവളുടെ ആ ഭാഷയെക്കുറിച്ച് നമുക്കൊരു വ്യക്തത ഉണ്ടാവണം. But if you want to be of help to your partner, as we thought earlier, you must be able to understand her language. അങ്ങനെ ചെയ്യുമ്പോൾ കർത്താവിനെ പോലെ അവൾക്ക് നമുക്ക് കംഫർട്ട് കൊടുക്കാനൊക്കും, അവൾക്ക് സമാധാനം കൊടുക്കാൻ നമുക്ക് കഴിയും. Then, like the Lord, we can give her comfort and peace to her. അതായത് നമ്മളൊരു നാട്ടിലെ ഒരു രംഗം നമുക്കിങ്ങനെ ഭാവന ചെയ്യാം. Let us imagine of one situation back at our home. ഭർത്താവ് തിരുവനന്തപുരത്ത് ജോലിയാണ്. The husband is working in Trivandrum. ആഴ്ചയിൽ ഒരിക്കലേ വീട്ടിൽ വരുള്ളൂ. He only comes back home once in a week. ആഴ്ചയിൽ ഒരിക്കൽ വീട്ടിൽ വരുമ്പോൾ വീട്ടിൽ ഈ ഭർത്താവിൻ്റെ അമ്മയോടൊപ്പമാണ് ഭാര്യ താമസിക്കുന്നത്. When he is coming back home, his wife has been living with his mother for the whole 1 week. ശനിയാഴ്ച അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ജോലിയുടെ തിരക്കെല്ലാം കഴിഞ്ഞ് ഓടി ഭാര്യയെ കാണാനായിട്ട് സന്തോഷത്തോടെ വീട്ടിലേക്ക് വരിക. So after 1 week of rush, he is coming back home to see his wife. അവിടെ വന്നപ്പോൾ ഭാര്യയുടെ മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഏതാണ്ടോ ഒരു പ്രശ്നമുണ്ട്. When he came home itself, looking at the face of his wife, he understood something is really wrong. ഞാൻ പോയപ്പോഴെങ്ങാനും വല്ല കടന്നലും ഇല്ലോ ഇവരുടെ മുഖത്ത് കുത്തിയോ, ഇതെന്താ ഇങ്ങനെ വീർത്തിരിക്കുന്നു? He is thinking, when I went away, did any swab come and bite her on her, sting her on her face? പക്ഷെ വീടിൻ്റെ സാഹചര്യത്തിൽ അമ്മയുണ്ട്, പ്രായമായ അമ്മയുണ്ട്. അമ്മയുടെ മുമ്പിൽ വെച്ചൊന്നും അത് ചോദിക്കാനൊക്കെ ഒന്നും സാഹചര്യമല്ലല്ലോ, അതുകൊണ്ടൊന്നും സംഭവിക്കാത്തതുപോലെ പോകുന്നു. Because there is an elderly mother in the home and he cannot address his question to his wife in her presence, he went away as though he did not see anything. ഒടുവിൽ അത്താഴം കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും മാത്രമായിട്ട് ബെഡ്റൂമിലെത്തുന്നു. After the dinner, only the husband and wife are alone in their bedroom. ഭർത്താവ് ചോദിച്ചു, എന്താ നിനക്ക് എന്നാ പറ്റി? And the husband is asking to the wife, what happened to you? ഒന്നുമില്ല. And the wife is telling, oh, nothing is wrong with me. സ്ത്രീകൾ ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ തന്നെ ഏതാണ്ട് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. When the wife is telling there is nothing wrong, it really indicates that there is something wrong. അല്ല, നീ പറ, എന്താന്ന് വെച്ചാൽ പറ. So the husband is again telling, no, you tell me what is the real problem. അപ്പോൾ അവള് ആ കാര്യം പറയുന്നു. And then the wife is really telling her real problem. കഴിഞ്ഞ വ്യാഴാഴ്ച, last Thursday, അതിപ്പോൾ ശനിയാഴ്ചയായി, today is Saturday, കഴിഞ്ഞ വ്യാഴാഴ്ച last Thursday, ഞാൻ കുഞ്ഞിന് ചോറ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. I was feeding my child. അന്നേരം അവന് എന്തോ ചെയ്തു, അവന് 2 ഉരുള മാത്രം കഴിച്ചു, ബാക്കിയെല്ലാം വേസ്റ്റ് ആക്കി. He only had 2 rolls of my food, the rest he wasted. അന്നേരം നിങ്ങളുടെ അമ്മ പറയുക, നോക്കിക്കണ്ട് കാര്യങ്ങൾ ചെയ്യണ്ടേ, എൻ്റെ ചെറുക്കം വല്ല നാട്ടിലും പോയി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കൊണ്ടുവരുന്നതാ, ഇങ്ങനെ തൂർത്തടിക്കരുതെന്ന് പറഞ്ഞു. So seeing that incident, your mother commented like this, you should be very careful and do things in a wise way. My son has gone very far and he is laboring and you can't waste things like this. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇത്രയും നേരം ഇതെല്ലാം കേട്ടല്ലോ. ഈ രംഗത്ത് നമ്മളാണെങ്കിൽ ഭർത്താക്കന്മാർ തുടർന്ന് അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? നമുക്കൊരു എക്സസൈസ് നോക്കാം. Let us do an exercise. We have been hearing this message all this while. As husbands, what would you have done? അതായത് അദ്ദേഹത്തിൻ്റെ അമ്മ, ആ പുരുഷൻ്റെ അമ്മ, അവർ പറഞ്ഞത് ശരിയല്ലേ, സാധനങ്ങൾ കുറച്ച് സൂക്ഷിച്ച് ചെയ്യണം, കണ്ടമാനം അത് വേസ്റ്റ് ആക്കരുത്, ഭക്ഷണം വേസ്റ്റ് ആക്കരുത് എന്നേ അവർ പറഞ്ഞുള്ളൂ. അവർ പറഞ്ഞത് ശരിയല്ലേ? Do you not agree that the mother of the husband has told the right things? You should not be wasting food. അപ്പോൾ ആ രംഗത്ത് പുരുഷന്മാരെന്താ പറയേണ്ടത്, അല്ലെങ്കിൽ സാധാരണ പുരുഷന്മാരെന്ത് പറയും? In such a situation, a normal husband, as normal husbands, what should we be telling? എന്താ പറയുക? What should we be telling? മിക്ക പുരുഷന്മാരും പറയുന്ന ഒരു കാര്യമുണ്ട്, പോട്ടെ, സാരമില്ല, നീ വിട്ടേരെ. Many of the husbands comment like this,
just ignore what mother has told. You forgive her. വേറെ ചിലർ പറയും, അതെ, അവരതിന് ചില ന്യായങ്ങളൊക്കെ കണ്ടുകൂടെ. അതെ, നിനക്കറിയാമല്ലോ, അമ്മ നേരത്തെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ അപ്പം മരിച്ചുപോയി, വിധവയായിട്ട് ഞങ്ങളെയൊക്കെ വളർത്തിക്കൊണ്ടുവന്നത്. Another group of husbands will tell, you know that my mother has struggled a lot in life without our father. She brought us up this much. അപ്പോൾ പൈസയുടെ വിലയൊക്കെ അറിയാം, കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയത്, അതുകൊണ്ട് ഇങ്ങനെ നഷ്ടമാകുന്നൊന്നും അമ്മയ്ക്ക് അത്ര പിടിക്കുകയില്ല. So she knows the real value of money and she is not very happy when things are being wasted off. She is of that nature. അതുകൊണ്ടൊക്കെ അങ്ങനെ പറയുന്നതാണ്. അത് നമ്മളങ്ങ് മനസ്സിലാക്കി നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ മതി. It is because she is of this nature, you have to just understand my mother and just ignore all these things and just go on. പ്രിയപ്പെട്ടവരെ, ഞാൻ രണ്ട് പ്രതികരണങ്ങളാണ് പറഞ്ഞത്. I just explained to you two responses of the husbands. ഒന്നെന്ന് പറയുന്നത് അതിനെ അവഗണിച്ച്, സാരമില്ല പോട്ടെ, ഇതൊക്കെയാണ് ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞ് അതിനെ നിസ്സാരവൽക്കരിക്കുന്നു. The first response was ignoring and not at all giving a value to the wife's response. രണ്ടാമത്തേത്, അതിന് അമ്മ അങ്ങനെ പറഞ്ഞതിന് പല ന്യായങ്ങൾ, ഭാര്യയെ ഹർട്ട് ചെയ്യാതെ അതിൻ്റെ പല ചരിത്രങ്ങളും പശ്ചാത്തലവും എല്ലാം പറഞ്ഞ് അവളെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നു. The second response of the husband was, he was putting forward a lot of justification and trying to convince his wife without making her offended. ഞാൻ സഹോദരിമാരോട് ചോദിക്കട്ടെ, ഈ രണ്ട് പ്രതികരണത്തിൽ ഈ പ്രതികരണം ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാണോ? നിങ്ങളുടെ ഭർത്താവ് ഇതിലേതെങ്കിലും തരത്തിൽ പറയുന്നു. Now let me ask to the wives, as wives, do you like both of any one of these responses of your husband? അവളെ സംബന്ധിച്ചിടത്തോളം ഒരു വാക്ക് മനസ്സിൽ കിടന്നിങ്ങനെ തിങ്ങുക, വല്ല നാട്ടിലും കിടന്ന് എൻ്റെ ചെറുക്കൻ കഷ്ടപ്പെടുന്നത് നിനക്കിങ്ങനെ തൂർത്തടിക്കാനല്ല എന്നൊരു വാക്ക് പിന്നെയും മനസ്സിൽ പൊങ്ങി വരിക. That word from the mother, my son is laboring somewhere very far and you are not supposed to lavishly spend this money of his, is keeping on coming up in her heart. അവൾക്കൊരു വേദനയുണ്ട്. ആ വേദനയാണ് അവൾ അവളുടെ ഭർത്താവിനോട് പങ്കിടാൻ ആഗ്രഹിക്കുന്നത്. That wife has been hurt and she has expressed that hurt in her heart to her husband. ആ വേദനയാണ് ഒരു ഭർത്താവ് ചികിത്സിക്കേണ്ടത്. And as a husband, he has to find a remedy to that hurt that has occurred to his wife. അവളുടെ പ്രശ്നത്തെ നിസ്സാരവൽക്കരിച്ചാൽ അതിന് ചികിത്സയായില്ല. If you will nullify or consider as insignificant that hurt, will it remove that pain of your wife? അങ്ങനെ പറഞ്ഞതിന് പല ന്യായങ്ങൾ നിരത്തി ലോകം അങ്ങനെയൊക്കെയാണ് എന്നൊന്നും പറഞ്ഞാലും അവൾക്ക് തൃപ്തിയില്ല. On the other hand, like the second husband, if you will list out a lot of justifications and tell this is how the world is, even that response also is not a medicine to the hurt. അപ്പോൾ അവൾ അത് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആ കാര്യത്തെ നമുക്ക് എങ്ങനെയാണ് ചികിത്സിക്കാൻ ഒക്കുന്നത്? So when your wife is speaking of her hurt, how can you bring a medicine to her life? അവൾ പറയുന്നത് അവളുടെ വികാരങ്ങളെ ശ്രദ്ധിക്കുക, അവളുടെ ബോഡി ലാംഗ്വേജിനെ ശ്രദ്ധിക്കുക. When she is telling, listen carefully to her body language and her emotions. അവളത് പറയുമ്പോൾ അവിടെ കണ്ണി നോക്കി അവളുടെ കയ്യെ പിടിച്ചുകൊണ്ട്, എന്നാലും എൻ്റെ കൊച്ച് എത്ര വിഷമത്തിലൂടെ കടന്നു പോകുന്നത് എന്നൊന്ന് പറഞ്ഞു. When she is telling like this, if you will hold her hands and look into her eyes and you will tell her, oh my wife, through how much struggle you are going through. If you will tell like this, that is enough. അവൾക്ക് 101 ന്യായങ്ങളൊന്നും വേണ്ട. അമ്മ അങ്ങനെ പറഞ്ഞതിന്, അമ്മ പണ്ട് വിധവയായിരുന്നു, കഷ്ടപ്പെട്ടാ ജീവിച്ചത്, ഇതൊന്നും അവളുടെ വേദനയെ മാറ്റുകയില്ല. She does not want your 100 justification that your mother is a widow, she has struggled a lot. All this justification is not needed. നിങ്ങൾ അവളുടെ കരം പിടിച്ച് അവളോടൊപ്പം കണ്ണ് നനഞ്ഞ്, എന്നാലും എൻ്റെ കൊച്ച് എത്ര കഷ്ടങ്ങൾ അനുഭവിക്കുന്നു എന്നൊന്ന് പറഞ്ഞാൽ മതി, വേദനയൊക്കെ മാറിപ്പോകും. If you will just hold her hand and go along with her tears in her eyes and tell her, my love, how much you are struggling,
I understand that. That response of yours is sufficient. അങ്ങനെ പറഞ്ഞിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് പറഞ്ഞു നോക്ക്. Now, if you husbands try to tell like this, അത് കഴിഞ്ഞിട്ട് പറയുക, ആഹാ അമ്മ എങ്ങനെ പറഞ്ഞു, എന്നാൽ ഞാൻ അമ്മയോടൊന്ന് ചോദിക്കട്ടെ. അങ്ങനെ പറയാൻ പാടില്ലല്ലോ, ഞാനല്ലേ ഇവിടെ പണം കൊണ്ടുവരുന്നു, അമ്മയ്ക്ക് അതിൻ്റെ അകത്ത് ഇടപെടേണ്ട കാര്യമില്ലല്ലോ, ഞാൻ അമ്മയോടൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. Having said like this to your wife, the next sentence you are telling to your wife like this, oh, did my mother tell to you like this? She has no right to tell like this. Let me just speak to her about this matter. അപ്പോൾ ഭാര്യ എന്താ പറയും, ഓ അച്ഛനൊന്നും പറയാനൊന്നും പോകണ്ട, വേണ്ട. So immediately the wife's response would be, oh dear husband, don't go for speaking about this to mama. We just leave this alone. കണ്ടോ എത്രയോ ദിവസങ്ങൾ വീർത്ത് കെട്ടി നിൽക്കാവുന്നത്, ഹൃദയത്തിലൊരു വേദനയായി കൊണ്ട് നടക്കാവുന്നത് ഒരു കൊച്ചു കാര്യം കൊണ്ട് നമുക്കതിനെ ചികിത്സിക്കാനൊക്കും. So can you see the pain, the hurt that has been carried forward for almost a week? With a small response, how soon we can bring healing to it? പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിൻ്റെ ഹൃദയമുള്ളവരായിട്ട് നിൽക്കാം. Dear ones, let us be people of the Lord's heart. അവൻ നമ്മുടെ വേദനകളെ ചുമന്നു. He bore our burdens. സമാധാനം നമുക്ക് തന്നു. And he gave in return peace to us. കുടുംബജീവിതത്തിൽ ഭർത്താക്കന്മാർക്ക് യേശുവിനെ പോലെ പെരുമാറാൻ കഴിയുമോ? In your family lives, husbands, can you behave like the Lord to your wives? നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുകയും let us stand up in the Lord's presence. നമ്മൾ രാവിലെ മുതൽ പല കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. From the morning we have been listening to many things. ജീവിതം എന്ന് പറഞ്ഞാൽ ഒട്ടേറെ ബന്ധങ്ങളിലൂടെയാണ് അത് കടന്നു പോകുന്നത്. The life, it means a journey through many kinds of relationships. ഭാര്യാഭർത്തൃ ബന്ധം ദൈവത്താൽ നിയമിക്കപ്പെട്ടതാണ്. The relationship between a husband and a wife has been ordained by God. വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും ഒരു ദേഹമായി തീരും. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ തന്നെ ദൈവം പറഞ്ഞു. In Genesis chapter 2, the Lord told the husband to leave your parents. വിട്ടുപിരിഞ്ഞ് നമുക്ക് ഒന്നായി തീരാനും പറ്റിച്ചേരാനും ഒരു ദേഹമായി തീരാനും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. The Lord desires that we should leave and cleave and be one. That is what the Lord desires of us. അങ്ങനെ ഭാര്യയും ഭർത്താവും ഒന്നായിരിക്കുന്ന ഒരു കുടുംബത്തിൽ വളരുന്ന കുഞ്ഞുങ്ങളും അവരെ തെറ്റിപ്പോവുകയില്ല. If the children are growing up in a family where the husband and the wife are one, they will not go astray. അതേസമയം ഭാര്യയും ഭർത്താവും തമ്മിൽ, അപ്പനും അമ്മയും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യത കൂടുതലാണ്. The possibility of the children going astray is more if the husband and the wife or the father and the mother are not united. പിശാചിന് ഇടം കൊടുക്കരുത് എന്ന് നമ്മൾ വായിച്ചു. We read that we should not give a foothold to the devil. ഭാര്യയും ഭർത്താവും ചേർന്ന് നിൽക്കുക. അതിനിടയിൽ പിശാചിന് കടന്നു വരാൻ ഒരു അകലം നമ്മൾ ഇടരുത്. The husband and wife are staying together. You should not leave a gap for the devil to come in between. അങ്ങനെ മാതാപിതാക്കൾ അകന്നു പോയാൽ കുഞ്ഞുങ്ങളെ അത് ബാധിക്കും. If the parents will go with such a separation, it will affect the children. ഒരുപക്ഷെ നിങ്ങൾ ഔദ്യോഗികമായിട്ടൊരു വിവാഹമോചനം നേടിയിട്ടില്ലായിരിക്കാം. Maybe you would not have officially got a divorce between yourselves. പക്ഷേ അന്യോന്യ സംഭാഷണമില്ല. But you don't have conversation between yourselves. ഒരേ കൂരയ്ക്ക് കീഴിലാണ് കഴിയുന്നതെങ്കിലും രണ്ട് കിടക്കയിലാണ് കിടക്കുന്നത്. You are living under the same roof but lying down on two separate beds. രാത്രികളിൽ നിങ്ങൾക്ക് ഇടയിൽ മൗനം ഒരു കനത്ത മതിൽ പോലെ നിൽക്കുന്നു. In the silence of the night, silence is like a big wall between the two of you. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ അത് ഒരു വിവാഹമോചനം പോലെ തന്നെയല്ലേ? If it is all happening, do you not agree that it is equivalent to a divorce? കുഞ്ഞുങ്ങൾക്കത് വളരെ വേഗം മനസ്സിലാകും. The children will understand that very quickly. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കബളിപ്പിക്കാനൊക്കെയില്ല. It is not very easy to trick
our children. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഓർത്തെങ്കിലും പരസ്പരമുള്ള ബന്ധത്തിനിടയിൽ പിശാചിനൊരിടം കൊടുക്കാതെ രണ്ടുപേരും പറ്റിച്ചേർന്ന് നിൽക്കുക. So, at least remembering your children, let us make sure that you stick close together and not give the devil any opportunity. പറ്റിച്ചേർന്ന് നിൽക്കുക, ക്ലീവ് ടുഗദർ. Cleave together. ഓ, ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. That is what the Lord desires. പിശാച് കുടുംബങ്ങളെ ഉന്നം വെക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് കർത്താവിൻ്റെ തലമുറയായിട്ട് നിൽക്കണം. When Satan is aiming for the godly homes, let us stand as a witness for the Lord in this generation. സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് പല ഭാഷകളുണ്ട്. For expressing your love, there are many languages. എങ്കിലും ഇടയ്ക്ക് അന്യോന്യമുള്ള കോപവും പൊട്ടിത്തെറിയും ഉണ്ടാകാം. Even then, there can be expression of anger and explosions in your family life. അവിടെ ഓർമ്മകളെ ചികിത്സിക്കുന്ന ഒരു നല്ല നസ്രായ വൈദ്യനായിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുമോ? Can you stand over there as a good healer for the Lord? പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ ആ കാര്യത്തിനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. The Lord has called us for this. നമുക്ക് പ്രാർത്ഥിക്കാം. Let us pray. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവേ, Our loving Heavenly Father, കർത്താവേ, ഞങ്ങൾ വീണ്ടും അവിടുത്തെ അടുത്തേക്ക് വരുന്നു. Lord, we again come to you. ഞങ്ങൾ കേട്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കൊരു ഭാരമായി തീരരുത്. All the things that we heard should not be like a burden to us. കർത്താവേ, ഒത്തിരി ന്യായപ്രമാണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പോകാൻ ഇടയാകല്ലേ. Lord, let us not take upon us a lot of commandments. കേട്ട കാര്യങ്ങളിലൂടെ ഞങ്ങളോട് ഓരോരുത്തരോടും വ്യക്തിപരമായി സംസാരിച്ച കാര്യങ്ങളെ തങ്ങൾക്കായിട്ട് ഏറ്റെടുക്കാനും ക്രമീകരണം വരുത്താനും പ്രിയപ്പെട്ടവർക്കെല്ലാം അവിടുന്ന് കൃപ കൊടുത്താട്ടെ. Lord, may that specific thing that you have spoken to everyone, let them be able to take it upon themselves and rectify themselves. അതേ കർത്താവേ, ഈ തലമുറയിൽ അങ്ങയുടെ ഒരു തലമുറയായിട്ട് നിൽക്കാൻ ഞങ്ങൾ കുടുംബമായിട്ട് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. We submit ourselves as families to stand for you in this generation. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ ചെറുപ്പക്കാരെ അവിടുത്തെ സന്നിധിയിൽ വയ്ക്കുന്നു. Lord, we keep our children and our youngsters into your hands. അവരെ അനുഗ്രഹിക്കണേ കർത്താവേ. Father, please bless them. ഞങ്ങൾക്ക് വേണ്ട വിധത്തിൽ നല്ല മാതാപിതാക്കളായിരിക്കാൻ, അവർക്ക് നല്ല മാതാപിതാക്കളായിരിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള തെറ്റ് ഞങ്ങൾ സമ്മതിക്കുന്നു. Lord, we accept that we have not been able to be as good parents to them. എന്നാൽ ഇനി മുന്നോട്ടുള്ള നാളുകളിൽ അവിടുന്ന് വരുന്ന കൃപയ്ക്കനുസരിച്ച് ആ നിലയിൽ കുടുംബത്തെ പണിയുന്നവരാക്കി ഞങ്ങളെ തീർക്കണേ കർത്താവേ. Lord, going forward, make us people who will build our families. തുടർന്നും ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നാട്ടെ. Please continue to speak to us. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. Thank you for hearing our prayers. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. In Jesus' matchless name. ആമേൻ.